ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശ്രീ മുരുകാ ഭഗവാനെ. ഓം ഹര നമ പാർവതീപതയേ. ശംഭോ നാരായണ ഭഗവാനെ. പ്രസിദ്ധമായ കഥയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദക്ഷയാഗം. ഞാൻ ശിവപുരാണത്തിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 1.5 ദിവസം എടുത്തിട്ടാണ് ദക്ഷയാഗം പറഞ്ഞത്. കാരണം തീരില്ല, വർണ്ണിച്ചിട്ട് തീരില്ല. വീരഭദ്രൻ്റെ പടനീക്കമൊക്കെ, സിംഹങ്ങളെ കെട്ടിയ തേരിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ദക്ഷയാഗം ഒന്ന് വിസ്തരിക്കാനുള്ള സമയമില്ല. ദക്ഷയാഗം ചുരുക്കി പറയാം, എല്ലാവർക്കും അറിയണ കഥയാണ്. പക്ഷേ ദക്ഷയാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ധ്രുവചരിത്രം പറഞ്ഞിട്ട് വേണം നമുക്ക് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഇന്നൊരുപാട് കഥകളുണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു സ്വയംഭവ മനുവിൻ്റെ 3 പെൺമക്കളുടെ കാര്യം. അതിൽ ഒടുവിത്തവളായിരുന്നു പ്രസൂതി. പ്രസൂതിയുടെ ഭർത്താവ് ദക്ഷൻ. ആ ദക്ഷൻ ബ്രഹ്മാവിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് എന്നുള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ലാളനയൊക്കെ കിട്ടി വളർന്നുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ വണങ്ങണം എന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട്. ആ ഗണത്തിൽപ്പെട്ട ആളാണ്. ചിലവർക്ക് വണങ്ങാൻ മാത്രം ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, എന്നാലും വണങ്ങണം. ചിലർക്ക് വണങ്ങാനുള്ള ക്വാളിറ്റി ഉണ്ടാവും, അവർ നിർബന്ധവും പിടിക്കും. ഇത് രണ്ടും അപകടമാണ്. ദക്ഷൻ ആ 2ാമത്തെ ടൈപ്പിൽപ്പെട്ട ആളായിരുന്നു. ഞാനൊരു സംഭവമാണ്, ശരിയാണ്, എന്നെ എല്ലാവരും വണങ്ങണം, അങ്ങനെയാണ്. ഈ ദക്ഷന് അനേകം പെൺമക്കളാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, പ്രസൂതി എത്രയോ പെൺമക്കളെ പ്രസവിച്ചു. 27 നക്ഷത്രങ്ങളും സതീദേവി കിട്ടുകയാണ് ചെയ്യണത് ദക്ഷന്. പണ്ട് കഥകളിയിൽ ആടുമ്പോൾ കോട്ടയ്ക്കൽ ശിവരാമാശാൻ ആടും. സതി ശിവരാമാശാൻ്റെ നമ്മുടെ ഈ പുത്തൂർ അമ്പലത്തിൽ എത്രയോ കളി കണ്ട ഒരു കളിത്തട്ടുണ്ടായിരുന്നു അവിടെ. അതിലാടും. ദക്ഷൻ ശിവനെ കല്യാണം കഴിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സതിയുടെ ഒരു ആട്ടം, അത് പുരാണത്തിലൊന്നുമില്ല, പക്ഷെ അതൊരു സഹൃദയനായിട്ടൊരാൾക്കേ അങ്ങനെ ആടാൻ പറ്റുള്ളൂ. ചേച്ചിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ചന്ദ്രനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു നക്ഷത്രങ്ങൾക്ക്. ഞാൻ മാത്രം ഇഷ്ടപ്പെട്ട ആളെ എനിക്ക് കല്യാണം കഴിച്ചു തരില്ല എന്ന് അച്ഛൻ പറഞ്ഞു. എങ്ങനെയാ വിലയുണ്ടാവുക, എന്നെ വഴിയിൽ നിന്ന് വെറുതെ കിട്ടിയതല്ലേ, അമ്മ പ്രസവിച്ചതല്ലല്ലോ, പരാശക്തി ആരും പ്രസവിച്ചതല്ല. അപ്പോൾ ദക്ഷൻ ഭയങ്കര സങ്കടം വരും. ശരി നീ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചോ എന്ന് പറയും. അങ്ങനെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞത് കൂടുതൽ അബദ്ധമായി. ദക്ഷനും ശിവനുമായിട്ടുള്ള വിരോധം എന്ന് പറയണതിന് അനേക വർഷങ്ങളുടെ പഴക്കമുണ്ട്. പല പുരാണങ്ങളിലും അതിനെ കാര്യമായിട്ട് ചർച്ച ചെയ്യാറില്ല, എന്തോ കാരണം കൊണ്ട്. അത് ഈ അഥർവവേദത്തിനെ വേദവുമായി പ്രഖ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടാണ് അതിന് കാരണം. ദക്ഷൻ സംസ്കാരങ്ങളുടെ നാഥനാണ്, സിവിലൈസേഷൻസിൻ്റെ. അതായത് നമ്മളൊരു നഗരത്തിന് ഒരു മേയറോ മുനിസിപ്പൽ ചെയർമാനൊക്കെ ഉണ്ടാവുന്നത് പോലെയാണ് ദക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംസ്കാരങ്ങളുടെ ഒരു ചെയർമാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹമാണ് ഏറ്റവും സംസ്കാരമുള്ള ആൾ, ഈ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂപ്പരുടെ പിടിയിലാണ്, അദ്ദേഹമാണ് എല്ലാറ്റിൻ്റെ അവസാന വാക്ക് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അങ്കിരസ് എന്ന് പറയുന്ന ഒരു മഹർഷിക്ക് അദ്ദേഹത്തിന് തപസ്സിൽ, ഇത് ഭാഗവതത്തിലുള്ളതല്ല കേട്ടോ ഞാൻ പറയണത്, അങ്കിരസിന് തപസ്സിൽ എവിടുന്നോ ചില മന്ത്രങ്ങൾ തലയിൽ കിട്ടാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഭയമായി. ഇങ്ങനത്തെ മന്ത്രങ്ങൾ കേട്ടിട്ടേ ഇല്ല ഇന്നവരെ, എവിടെയും കേട്ടിട്ടില്ല. ഋഗ്വേദത്തിൽ നോക്കി ഇല്ല, സാമത്തിൽ നോക്കിയില്ല, യജുസ്സിൽ നോക്കിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതെന്താ? അത് ഒന്നിന് പുറകെ എന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം തപസ് ചെയ്യാനിരുന്നാൽ അദ്ദേഹം മന്ത്രം കേൾക്കും. ഇതാരോടാ ചോദിക്കുക? അവസാനം ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് അദ്ദേഹം ദക്ഷൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മഹാരാജാവേ, എൻ്റെ മനസ്സിൽ കുറേ മന്ത്രങ്ങൾ വരുന്നുണ്ട്, ഇത് പുതിയ വേദമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദക്ഷന് ദേഷ്യം വന്നേ, എൻ്റെ അച്ഛൻ പറയാത്ത വേദം നിനക്കോ? ഞാൻ അംഗീകരിക്കാത്ത വേദം നീ പറയേ, കടന്നു പോകോളം പറഞ്ഞു ഓടിച്ചു വിട്ടു. അപ്പം അദ്ദേഹത്തിന് വലിയ സങ്കടമായി. ആ അങ്കിരസ് ദുഃഖിച്ച് മഹാദേവനെ തപസ് ചെയ്തു. അപ്പം മനസ്സിൽ തോന്നി കൈലാസത്തിലേക്ക് പോകാൻ. കൈലാസത്തിൽ ചെന്നപ്പോൾ അന്ന് ഭഗവാന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഭഗവാൻ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന കാലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്കിരസിൻ്റെ അടുത്ത് പറഞ്ഞു, ചെല്ലു കേൾക്കട്ടെ, എന്താ? കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു,
എടോ, ആത്മസാക്ഷാത്കാരം ആർക്കും വരാം, എനിക്കും വരാം, നിനക്കും വരാം. ബ്രഹ്മാവിന് മാത്രമൊന്നുമല്ല വേദം കിട്ടുക, നിനക്ക് കിട്ടിയതും വേദം തന്നെ. ഇതിനെ ഞാൻ 4ാമത്തെ വേദമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് അഥർവം എന്നുള്ള പേരിൽ അറിയപ്പെടും. കാരണം അങ്കിരസിൻ്റെ മറ്റൊരു പേരാണ് അഥർവണ ഋഷി. അതുകൊണ്ട് അഥർവം എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. നമ്മൾ അഥർവം എന്ന് കേട്ട് കഴിഞ്ഞാൽ മന്ത്രവാദമാണെന്നൊക്കെ വിചാരിക്കുക. അതൊക്കെ മണ്ടത്തരാണ്, ശുദ്ധ മണ്ടത്തരാണ്. നിങ്ങൾ ഐക്യമത്യ സൂക്തം കൊടുക്കാറില്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുമ്പോൾ? ആ ഐക്യമത്യ സൂക്തം സംഘടനാ സൂക്തം എന്ന് പറയും. സംസവിദ്വസേ വൃഷന്നഗ്നേ വിശ്വാനര്യ, അതൊക്കെ അതിലുള്ളതാണ്, അതൊക്കെ അഥർവത്തിലുള്ളതാണ്. ആ മന്ത്രം, ആ വേദത്തിനെ ഭഗവാൻ അങ്ങോട്ട് വേദമായി പ്രഖ്യാപിച്ചത് ദക്ഷന് സഹിച്ചില്ല. എന്നെ കണക്കാക്കാണ്ട് ഇവൻ ആരാണ് വേദത്തിന് സ്റ്റാറ്റസ്? അത് ഞാൻ നിരാകരിച്ചൊരുത്തനെ. ആ അങ്കിരസിൻ്റെ മുന്നിൽ അതിൻ്റെ ഉപാസനയുടെ ഫലമായിട്ട് പ്രത്യക്ഷപ്പെട്ട ദേവിയാണ് പ്രത്യങ്കിര. കാളിയുടെ അഥർവണ ഭദ്രകാളി എന്ന് പറയും ആ രൂപത്തിന്. സന്ദർഭവശ പറഞ്ഞു എന്നേ ഉള്ളൂ, മഹാത്മാക്കളൊക്കെ സ്മരിക്കേണ്ടതുള്ളതുകൊണ്ട്. അപ്പോൾ ഭഗവാൻ അർഹത എവിടെ കണ്ടാലും അത് കൊടുക്കുന്ന ആളാണ് മഹാദേവൻ. ദക്ഷൻ അങ്ങനെയല്ല. നിവൃത്തിയില്ലാത്തതുകൊണ്ട് മകൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, മകളെ ശിവന് കൊടുത്തു. എന്താണെങ്കിലും അതോടുകൂടി തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് വിരോധമുണ്ടായി. മഹാദേവൻ അങ്ങനെ കണക്കാക്കിയിട്ടില്ല. ഭഗവാൻ ആരെയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിന്ദിക്കുന്നുമില്ല, സ്തുതിക്കുന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ആത്മാവാണ്. ദക്ഷൻ അങ്ങനെയല്ല, ദക്ഷൻ ദേഹബോധമുള്ള ആളാണ്. അപ്പം മുനിമാരും ദേവന്മാരൊക്കെ ഒത്തുചേർന്നിട്ടൊരു വലിയ യാഗം നടത്തി. ആ യാഗത്തിൽ ദക്ഷൻ കയറി വന്നപ്പോൾ എല്ലാവരും എണീച്ചു നിന്നു, ബ്രഹ്മാവും ശിവനും ഒഴിച്ച്. ബ്രഹ്മാവ് എണീച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം ദക്ഷൻ്റെ അച്ഛനാണ്. അപ്പോൾ ദക്ഷൻ അതിന് മാപ്പ് കൊടുക്കും. ആ അച്ഛനല്ലേ, എണീക്കണ്ട. പക്ഷെ ശിവൻ എണീച്ചില്ല. എൻ്റെ സണ്ണിൻലോ ആയിട്ടും എണീച്ചു നിന്നില്ല എന്നെ കണ്ടിട്ട്. ശിവൻ പിന്നെയാണല്ലോ സണ്ണിൻലോ ആണത്. ശിവൻ അതിനു മുൻപുള്ള സ്ഥാനം എന്താണെന്നുള്ളത് അദ്ദേഹം ചിന്തിച്ചില്ല. അങ്ങനെ ശിവനോട് കടുത്ത എതിർപ്പ് സഭയിൽ വെച്ച് തന്നെ പബ്ലിക്കലി എക്സ്പ്രസ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബന്ധുക്കൾ തമ്മിൽ പൊതുജന മധ്യത്തിൽ തല്ലുകൂടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു മോശം കുടുംബത്തിന് വരാനുണ്ടോ? ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. ദക്ഷൻ പക്ഷേ വായിൽ വന്നതൊക്കെ പറഞ്ഞു. കണ്ടില്ലേ ഇവൻ്റെ അഹങ്കാരം, കണ്ടില്ലേ? എൻ്റെ മകളുടെ ഭർത്താവാണത്രേ, എന്നെ കണ്ട എഴുന്നേക്കണം, വന്ദിക്കണം, അതാണ് നാട്ടുമര്യാദ. സംസ്കാരങ്ങളുടെ നാഥനാണ് ദക്ഷൻ. ദക്ഷൻ സംസ്കാരമില്ലാത്ത ശിവനെ, സംസ്കാരമില്ലാത്തവനെ, ശിവൻ സകല സംസ്കാരങ്ങൾക്ക് എതിരായിട്ട് നടക്കണ ആളാണ്. പ്രപഞ്ചം മുഴുവൻ സ്വന്തമായിട്ടുണ്ടെങ്കിലും പിച്ചക്കാരനാണ്. ഏറ്റവും സ്ഥിരബുദ്ധിയുള്ളവനാണെങ്കിൽ അസ്സൽ ഭ്രാന്തനാണ്. ഏതുതരം വസ്ത്രം ധരിക്കാനുള്ള കഴിവുണ്ടെങ്കിലും പരമസുന്ദരനാണെങ്കിലും സുന്ദരേശ്വരനാണെങ്കിലും വസ്ത്രം ധരിക്കില്ല, ചുടലച്ചാരേ പൂശുള്ളൂ, 80 വയസ്സ് പ്രായവും തോന്നും. നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി ഈ ജിംനേഷ്യത്തിൽ നിന്ന് വരുന്ന പിള്ളേരുടെ മാതിരി ശരീരമൊന്നുമല്ല ശിവൻ്റെ. നല്ല അസൽ വിറക് പോലിരിക്കും കൈയൊക്കെ. യോഗിയ, മുട്ടുവരെ നീണ്ടു കിടക്കണ കൈയൊക്കെയാണ്. തല ഉയർത്തി പിടിച്ച് നിന്നാൽ മുഖത്തിൻ്റെ നിരപ്പ് ഒത്ത ഒരു കുതിര ഇങ്ങനെ നിന്നാലുള്ള അത്ര ഉയരം വരും. ഭഗവാന്റെ ഉയരം നമുക്ക് കണക്കാൻ പറ്റില്ല, എന്നാലും കണക്ക് പറയണം. ഭഗവാന്റെ പകുതി വയസ്സാണ് അമ്മയ്ക്ക്, 35 വയസ്സേ അമ്മയ്ക്ക് തോന്നുള്ളൂ. ഒരു വയസ്സിനും അയാളുടെ മകളും വരുള്ളൂ എന്നാണ് തോന്നുക ആദ്യം. അങ്ങനെയാണ് തോന്നുക. അതന്നെയാണ് ആ പ്രകൃതിയുടെ വൈരുദ്ധ്യം. അത് ആത്മാവിന് അത്രയും പഴക്കമുണ്ട്. പ്രകൃതി എപ്പോഴും നവമാണ്. അതാണ് അതിൻ്റെ അർത്ഥം, അല്ലാണ്ട് ഭഗവാന്റെ രൂപത്തിലല്ല. അപ്പം എന്താണെങ്കിലും ദക്ഷൻ ഈ പറഞ്ഞതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് എടുത്തില്ല. അപ്പോൾ ശിവൻ കുലുക്കല്ലാണ്ടിരിക്കണുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മൂർച്ച കൂട്ടി. ശിശുപാലൻ ഭഗവാനെ ചീത്ത വിളിച്ച മാതിരി, ഇവൻ ചുടലച്ചാരം പൂശണവനാണ്, ഭൂതങ്ങളാണ് ഇവൻ്റെ കൂട്ട്, പിശാചുക്കളെയും കൊണ്ടാണ് ഇവൻ നടക്കുന്നത്, ഇവന് കൂടപ്പുറപ്പുകളും ബന്ധുക്കളെന്ന് പറഞ്ഞോളം ഒക്കെ പിശാചുക്കളാണ്, എന്നാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ പിശാചുക്കളാണ്. അങ്ങനെ പറഞ്ഞ് ഭഗവാനെ പറ്റുന്നത്ര ഭർഷിച്ചിട്ട് പറഞ്ഞു. ശിവൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശരിക്കെന്താ? ഇവൻ ആരാണ് ഈ പേര് കൊടുത്തത്? മംഗളം വരുത്തണവൻ, ഓസ്പീഷ്യസ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ശിവൻ എന്ന് പറഞ്ഞാൽ ഇവൻ ആരാ പേര് കൊടുത്തത്? ഇവൻ അശിവനാണ്, ഇവൻ അശ്രീകരമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ഭഗവാനെ നിന്ദിച്ചു സ്തുതിച്ചു. ഭഗവാനെ എന്ത് പറഞ്ഞാലും സ്തുതിക്കലേ ഉള്ളൂ. അത് നിന്ദിച്ചാൽ അത് നിന്ദാസ്തുതിയാണ്. അങ്ങനെ ദക്ഷൻ നിന്ദിച്ചു സ്തുതിച്ചു കഴിഞ്ഞ് ഇവന് ഇനിമേൽ ആരും യാഗഭാഗം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ശാപം കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. കാരണം ഏത് യാഗത്തിൻ്റെയും അവസാനത്തെ യാഗഭാഗം കിട്ടാനുള്ള അർഹത മഹാദേവനാണ്, രുദ്രനാണ്. അതുകൊണ്ട് നമ്മൾ രുദ്രാഭിഷേകം കഴിയുമ്പോൾ ഓം നമോ വിഷ്ണവേ രുദ്രായ അല്ലേ മൃത്യുർമേ വാഹി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ രുദ്രനാണ് അവസാനം കൊടുക്കേണ്ടത്. രുദ്രായ സ്വാഹ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ മൂപ്പരോന്ന് ചോദിക്കും, എവിടെ ചോദിക്കും,
എനിക്ക് തരാനുള്ളത് തരൂ, ഏത് ചെറിയ ഹോമം ചെയ്താലും അവസാനം രുദ്രന് കൊടുത്തോളാം. അത് കൊടുക്കാൻ കിട്ടാതാവട്ടെ, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് അവസാനം മാത്രം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുന്ന ആളാണ് ഭഗവാൻ. അതുപോലും ദക്ഷൻ ഇല്ലാണ്ടാക്കി, അതുപോലും ദക്ഷൻ ഇല്ലാണ്ടാക്കി. ദക്ഷ ശബ്ദത്തിൻ്റെ അർത്ഥം ശരിക്ക് ഒരു കാര്യം മിടുമിടുക്കോട് കൂടിയിട്ട് ചെയ്യുക, പെർഫെക്റ്റായിട്ട് സ്കിൽഫുള്ളായിട്ട് ചെയ്യുക. ദക്ഷത്വം, ഒരു കാര്യം ഭംഗിയായി ചെയ്യണമെന്നാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. അവൻ്റെ മകള് ദാക്ഷായണി, ദക്ഷൻ്റെ മകളായതുകൊണ്ട് ദാക്ഷായണി. പക്ഷേ പ്രകൃതി എല്ലാം മിടുമിടുക്കോട് കൂടിയാണ് ചെയ്യുക. അതുകൊണ്ട് പ്രകൃതിക്ക് ദക്ഷൻ്റെ മകളല്ലെങ്കിലും ദാക്ഷായണി എന്ന് പേര് ചേരും. എന്തിനാ ഞാൻ ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു വെച്ചാൽ, ദക്ഷൻ ആകെ തെറ്റുപറ്റിയത് ഇവിടെയാണ്. ദക്ഷന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ എന്നുള്ള മരുമകനെ കൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായതാണ് പണ്ട്. മരുമക്കളെ കൊണ്ട് എന്നും ദക്ഷന് പ്രശ്നമാണ്. ശിവനെ കൊണ്ടാണ് പക്ഷേ ഭയങ്കര അപമാനവും പ്രോബ്ലങ്ങളും ഉണ്ടായത്. എന്താണെങ്കിലും ദക്ഷൻ ഈ ശാപവും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് പോയി. കാലം കഴിഞ്ഞു. ഭഗവാൻ ആരും ആവിർഭാഗം കൊടുക്കാതായി ശിവന്. ശിവൻ അതോടുകൂടിയിട്ട് വളരെ അന്തർമുഖത്വം വന്നു. ഭഗവാൻ ആരോടും അങ്ങനെ സംസാരിക്കില്ല, ആരോടും പറയാനുമില്ല. എന്നാലും ദക്ഷന് ശിവനെ മൂപ്പിക്കാനും അപമാനിക്കാനും കിട്ടണ എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു യാഗം നിശ്ചയിച്ചു ദക്ഷൻ. തൻ്റെ മകളെയും ഭർത്താവിനെയും ഒഴിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി സമ്മാനങ്ങൾ കൊടുത്ത് മാസങ്ങൾക്ക് മുമ്പേ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. സതി ഈ വിശേഷങ്ങളൊക്കെ ഓരോരുത്തരെ നിന്ന് കേട്ട് അച്ഛൻ വിളിക്കുമായിരിക്കും, വിളിക്കില്ല. അവസാനം സഹി കെട്ടിട്ട് ഒരു ദിവസം പറഞ്ഞു, മകള് എന്നുള്ള നിലയ്ക്ക് വിളിച്ചില്ലെങ്കിൽ ഞാൻ പോണ്ടേ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ മഹാദേവ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, വിളിക്കാത്തടത്ത് പോകണത് മക്കളാണെങ്കിലും ബന്ധുവാണെങ്കിലും ആരാണെങ്കിലും അപമാനമാണ്, പോവാതിരിക്കണതാണ് നല്ലത് പറഞ്ഞു. പക്ഷെ അമ്മ അത് കൂട്ടാക്കാതെ പോയി. അവിടെ ചെന്നു. ദക്ഷൻ കഠിനമായിട്ട് അപമാനിച്ചു സതിയെ. ദേവി ആ യാഗാഗ്നിയിൽ ശരീരത്തെ കളഞ്ഞുവെന്നും അല്ല സ്വന്തം യോഗാഗ്നിയിൽ ശരീരത്തെ കളഞ്ഞുവെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സതീദേവി ഒരു പിടി ചാരായി. മറ്റു ചില കഥകളിൽ ഭഗവാൻ അമ്മയുടെ ശരീരത്തെ എടുത്തിട്ട് താണ്ഡവാടിയതും വിഷ്ണു ചക്രം കൊണ്ട് അരിഞ്ഞതും അനവധി കഷ്ണങ്ങളായിട്ട് ഈ ഭൂമിയുടെ പല ഭാഗത്ത് വീണതും അതൊക്കെ ശക്തിപീഠങ്ങളായി മാറിയതും അങ്ങനെയൊക്കെ കഥകളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും മഹാദേവൻ ഈ വിവരം അറിഞ്ഞ് മനസ്സ് തകർന്ന് തൻ്റെ കബർദം എന്ന് പേരുള്ള ജഡ, കം പർദ്ദയതീതി കബർദം എന്നാണ്. കം ച ജലം, ജലത്താൽ സദാ മൂടപ്പെട്ടത്. പർദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിലുള്ള അതേ അർത്ഥമാണ് സംസ്കൃതത്തിലും, മൂടപ്പെട്ടത്. പർദ്ദയതീതി, ജലത്താൽ മൂടപ്പെട്ടത്. അഭിഷേകം ചെയ്ത മതി, എപ്പോഴും ജഡ നനഞ്ഞായിരിക്കുക, കാരണം ഗംഗ അതിൻ്റെ അകത്തിരിക്കണുണ്ട്. അങ്ങനെ നനഞ്ഞിരിക്കണ ആ ജഡയെ ഭഗവാൻ അഴിക്കാറില്ല. ജഡ അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ് പുറത്തേക്ക് എടുക്കുക എന്നാണ്. ജഡ എന്തിനാ വെച്ചാൽ തപസ് സ്റ്റോർ ചെയ്യാനാണ്. പഴയ കാലത്തെ കഥകളിലൊക്കെ, ഈവൻ ഈ ബിബ്ലിക്കൽ കഥകളിലൊക്കെ പോലെ ഈ സാംസണിൻ്റെ കഥയിലൊക്കെ കാണാം, മുടി മുറിച്ചാൽ അയാളുടെ ശക്തി പോവും. മുടിയിലാണ് ശക്തി. മുടി മുറിച്ചു കഴിഞ്ഞാൽ ശക്തി പോവും. അപ്പം മുടിയിലാണ്, ജഡയിലാണ് ഈ തപസ് സൂക്ഷിക്കുന്നത്. ഭഗവാൻ ആ ജഡ അടിച്ചിട്ട് അതിൻ്റെ ഒരെഴ എടുത്തുള്ളൂ. ആ ഒരെഴ എടുത്തിട്ട് നിലത്തടിച്ചു എന്നാണ്. ആ നിലത്തടിച്ചെന്ന് അതിഭീമാകാര രൂപിയായിട്ട് നല്ല അസൽ പശുമ്പാലിൻ്റെ നിറത്തോട് കൂടിയിട്ട്, ഗോക്ഷീരാഭം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണേനെ ധ്യാനം വീരഭദ്രൻ്റെ. ആ ഭഗവാൻ ആവിർഭവിച്ചു. കണ്ടാൽ ശിവൻ തന്നെ, ഭഗവാന്റെ അതേ നിറം. ഭഗവാൻ വെളുത്തിട്ടാണല്ലോ, കലണ്ടറിൽ കാണാൻ മാതിരി നീലച്ചിട്ടൊന്നുമല്ല ശിവൻ. ശിവൻ നല്ല അസൽ വെളുത്ത് മഞ്ഞ് പോലെ ഇരിക്കുന്ന ആളാണ്. തീ പോലുള്ള ജഡയാണ്. അതേ നിറത്തിൽ തന്നെ ഒരു പുത്രൻ കാഴ്ചയ്ക്ക്. പക്ഷേ യൗവനം. മഹാദേവന് പ്രായമാണെങ്കിൽ ഇത് യൗവനഭാവമാണ്. കൂടെ കാളിയം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഭാഗവതം അത് കാളിയെക്കുറിച്ച് അപ്പം പറയുന്നില്ല. എന്താണെങ്കിലും വീരഭദ്രൻ വലിയൊരു സൈന്യവും ഭൂതസൈന്യത്തെയും കൊണ്ടുപോയി ദക്ഷയാഗത്തിനെ ധ്വംസിച്ച് നശിപ്പിച്ച് ആ ശാല മുഴുവൻ തല്ലി തകർത്ത് അവിടെ ഇരുന്ന് പല്ലിളിച്ച് ചിരിച്ച പൂഷാവ് എന്ന് പറഞ്ഞ ദേവൻ, അതൊരു വിഷ്ണുവംശമാണ്, രേവതി നക്ഷത്രത്തിൻ്റെ ദേവതയാണ്. അവൻ പല്ലിളിച്ച് ചിരിച്ചു. അതുകൊണ്ട് അവൻ്റെ പല്ല് തല്ലി കൊഴിച്ചു, അവൻ്റെ പല്ലടിച്ച് കൊഴിച്ചു. അതായത് അഹങ്കാരം പല്ലിളിച്ച് ചിരിച്ചാൽ പല്ലടിച്ച് കൊഴിക്കും. ഈശ്വരശക്തി. ഭഗൻ എന്ന് പറയുന്ന ഭാഗ്യസൂക്തത്തിൻ്റെ അധിഷ്ഠാധിപതിയായിട്ടുള്ള ദേവനുണ്ട്, അത് ശിവൻ്റെ അംശ. ആ ഭഗൻ കണ്ണിട്ടിട്ട് കറക്കി, ഓ ഭയങ്കര രസം ഇത് കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ 2 കണ്ണും കുത്തി പൊട്ടിച്ചു. അതുകൊണ്ട് ഭാഗ്യത്തിൻ്റെ ദേവതയ്ക്ക് കണ്ണില്ല ഇന്ന്. ആ ഭാഗ്യത്തിൻ്റെ ദേവനെ സ്തുതിക്കണ സൂക്തമാണ് ഭാഗ്യസൂക്തം. ഭഗപ്രണയധർ ഭഗ സത്യരാധോ ഭഗേ മാന്തി അബുധവാദ തന്നെ അല്ലേ, ആ ഭഗനെയാണ് സ്തുതിക്കണം.
അങ്ങനെ അനവധി വേദമൂർത്തികളെയൊക്കെ ദക്ഷയാഗത്തിൽ നമുക്ക് ശരിക്ക് കണ്ടാൽ കാണാം. ആര്യം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന, അതൊരു തെറ്റായ സങ്കല്പമാണെങ്കിലും, വേദത്തിൽ പറയുന്ന ദേവന്മാരെയൊക്കെ ശിവൻ്റെ ശക്തികൾ അടിച്ചൊതുക്കുന്നത് കാണാൻ പറ്റും ദക്ഷയാഗത്തിൽ. അതൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, ഒരുപക്ഷെ ഒരു ദ്രവീഡിയൻ തിരിച്ചുവരവ് എന്നൊക്കെ വിളിക്കാവുന്ന പോലുള്ള ഒരു സംഭവം അതിൻ്റെ അകത്ത് കാണാൻ പറ്റും ശരിക്കും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. പ്രാചീനമായിട്ടുള്ള ചില ആരാധനാക്രമങ്ങൾ വീണ്ടും ഈ വേദം കൽപ്പിച്ച ആരാധനാക്രമങ്ങളുടെ മുകളിലേക്ക് തിരിച്ചു കയറി വരുന്ന പോലെയാണ് ദക്ഷയാഗം കണ്ടു കഴിഞ്ഞാൽ. എന്താണെങ്കിലും ദക്ഷൻ്റെ തല വെട്ടി, അതിനുശേഷം മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. കാളിക്കും ഭൂതഗണങ്ങൾക്കും ദക്ഷൻ്റെ ചോര കുടിക്കാൻ കൊടുത്തു വീരഭദ്രൻ. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദക്ഷന് ബ്രഹ്മദേവൻ്റെ ആവശ്യപ്രകാരം ഒരു ആടിൻ്റെ തല വെട്ടിയെടുത്ത് ആ ശരീരത്തിൽ യോജിപ്പിച്ച് ദക്ഷന് പുനർജീവനം കൊടുക്കുന്നു. ദക്ഷൻ ഭഗവാന്റെ ആശ്രിതനായിട്ട് ആജീവനാന്തം കഴിഞ്ഞോളാം എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ യാഗത്തിൻ്റെ ഭാഗം, ആ യാഗം പൂർത്തിയാക്കി ആ യാഗഭാഗത്തിനെ മഹാദേവന് അർപ്പിച്ച് പ്രായശ്ചിത്തം ചെയ്യണം. അതിനുശേഷം ഭഗവാൻ തപസ്സിന് പോകണം. ഇതാണ് ദക്ഷയാഗം കഥയുടെ ഒരു രത്നച്ചുരുക്കം. സാധാരണ നമ്മൾ കഥയായിട്ട് കേട്ട് വിടാറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ശിവപുരാണം പറയണ സമയത്തും എനിക്ക് ദക്ഷയാഗത്തിൻ്റെ ഒരു ഉൾവശത്തേക്ക് അധികം ഇറങ്ങിപ്പോകാനുള്ളൊരു സമയം കിട്ടിയില്ല. കാരണം കഥ പറയണ രസത്തിൽ ഞാൻ പറഞ്ഞില്ല, 1.5 ദിവസം കഥ പറഞ്ഞു. അങ്ങനെ കഥ പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴാലോചിച്ചോ, ഇനി എന്തെങ്കിലും ഒരു അവസരം വന്നാൽ ഇതെന്താന്ന് പറഞ്ഞു കൊടുത്താലേ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ, ഇത് കൊണ്ട് ഗുണമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ദക്ഷയാഗം കഥകളിയും കാണും, കഥയും കേൾക്കും, വീണ്ടും നമശിവായ ജീവിതം പോവും. അതില്ലാതെ, കാരണം ഇത് നമ്മുടെയൊക്കെ അകത്തുള്ള വലിയ 2-3 കുഴപ്പങ്ങളെ ഇങ്ങനെ പച്ചയ്ക്ക് പൊളിച്ച് വെച്ച് കാണിച്ചു തരുന്നൊരു കഥയാണ് ദക്ഷയാഗം കഥ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഗവതത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ഭാഗവതം പരമഹംസ സംഹിതയാണ്, പരമഹംസന്മാരാൽ പറയപ്പെട്ടതാണ്. എന്തിനാ? നമ്മുടെ എല്ലാവിധ ഗുണങ്ങളും കുറവുകളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് ഭഗവൻ തത്വം മനസ്സിലാക്കി ഭഗവാനായി മാറിയാലേ പരമഹംസനാവുള്ളൂ. അല്ലാണ്ടാവില്ല. നമുക്കൊക്കെ ഭഗവാനായി മാറാനുള്ള അവകാശം ഉണ്ടെന്ന് അടിച്ചുറപ്പിച്ച് പറഞ്ഞാണ്. അല്ലാണ്ട് ഭഗവാന്റെ അടിയാളനോ അടിമയാവാനല്ല ഭാഗവതം പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഭാഗവതം ഭഗവാന്റെ അടിമയാവാനല്ല പഠിപ്പിക്കുന്നത്. ഭഗവാന്റെ ഭക്തനാവണം. എന്തിനാ? ഭഗവാനായി മാറാനാണ്. ഭാഗവതം, ഭഗവാൻ, ഭക്തൻ, ഇത് മൂന്നും ഒന്നാണെന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്. അതിനു വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ദക്ഷയാഗം ഭാഗവതത്തിൻ്റെ വേദിയിൽ പറയുമ്പോൾ ദക്ഷയാഗം കഥയെക്കാട്ടിലും പ്രാധാന്യം അതിൻ്റെ തത്വത്തിനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പാഠം മനുഷ്യൻ്റെ ഈഗോനെ കുറിച്ചാണ്. ഈഗോ, അഹങ്കാരം. 2 ഭക്തി. 3 ദിവ്യമായ പ്രണയം. 4 സമ്പൂർണ്ണ ശരണാഗതി. ഈ 4 കാര്യങ്ങളാണ് ദക്ഷയാഗം കഥയെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ നോക്കാം, ഈഗോ. നമുക്ക് എടുത്തു നോക്കാം. ദക്ഷനാണ് ഈഗോൻ്റെ സിമ്പിള്. ഈഗോ വെച്ചാൽ നമ്മൾ അഭിമാനം വേണം മനുഷ്യന്, സ്വാഭിമാനം ആവശ്യമാണ്. ദുരഭിമാനം ആവരുത്. ദുരഭിമാനം അപകട. അതേപോലെ അഹങ്കാരം. അഹങ്കാരം 2 തരണ്ട്. ദക്ഷനിൽ നമ്മൾ കാണുന്ന അഹങ്കാരം ഞാനൊരു സംഭവമാണെന്നുള്ള അഹങ്കാരമാണ്. ഞാൻ സാധാരണ എല്ലാ പ്രഭാഷണങ്ങളും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആവർത്തിക്കുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് നമ്മൾ ദൈനംദിനം ഇടപഴകുക, അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കുക ഒക്കെ ചെയ്യുന്ന പലരിൽ നിന്നും കേൾക്കുന്ന വാചകങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്. രണ്ടാമത്തെ തരം അഹങ്കാരം വെച്ചാൽ, ആദ്യത്തെ അഹങ്കാരം ഞാൻ സംഭവമാണെന്നാണ്. രണ്ടാമത്തെ അഹങ്കാരം എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ജപിച്ചാൽ ശരിയാവില്ല, എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. ഈ അവനവനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയണതും അഹങ്കാരമാണ്. ആദ്യത്തെ അഹങ്കാരത്തിനെക്കാട്ടിലും അപകടകാരിയാണ് ഈ രണ്ടാമത്തെ അഹങ്കാരം. ആദ്യത്തെ അഹങ്കാരം പിന്നെയും രക്ഷപ്പെടും. ഈ രണ്ടാമത്തെ അഹങ്കാരം നമ്മളെ ജീവിതത്തിൽ എവിടെ എത്തിക്കില്ല, ആധ്യാത്മികതയിൽ ഒട്ടും എത്തിക്കില്ല. ആധ്യാത്മികതയിൽ വളർച്ച വേണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നും പറ്റില്ല, ഇതാദ്യം മാറ്റണം. മറ്റേ അഹങ്കാരം ജീവിതത്തിൽ വന്നാലും കുഴപ്പമില്ല, ആധ്യാത്മികത വന്നാൽ മഹാവഷമാണ്. ഒരു 2 ഞാൻ പറയാറില്ലേ, സഹസ്രനാമം വായിച്ചുകൊണ്ടിരിക്കുക, അപ്പുറത്തൊരു പാവ അമ്മ ഇരുന്നിട്ട് 2 വരി തെറ്റി ഉടനെ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടുണ്ട്. നമ്മളാരും പെർഫെക്റ്റ് അല്ല, ആർക്കും ആവാനും സാധിക്കില്ല. പ്രപഞ്ചത്തിൽ ഒരു വസ്തു മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ, അത് ആത്മവസ്തുവാണ്, ഭഗവാനാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ദക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോയിൻ്റെയും പ്രൈഡിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും
അഹങ്കാരത്തിൻ്റെയും പ്രതീകമാണ്. അതെവിടുന്നാണ് തുടങ്ങണത്? എവിടുന്ന അഹങ്കാരം തുടങ്ങുക? എവിടുന്നാണ് ദുരഭിമാനം തുടങ്ങുക? പദവിയോടുള്ള അറ്റാച്ച്മെൻ്റ് നിന്ന്. എനിക്കൊരു സ്ഥാനം എൻ്റെ അച്ഛൻ തന്നിട്ടുണ്ട്, പ്രജാപതിയാണ് ഞാൻ സംസ്കാരങ്ങളുടെ നാഥനാണ്, ഞാൻ വഴിയാണ് എൻ്റെ അച്ഛൻ്റെ സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നത്. എൻ്റെ മക്കൾ ആരാ അറിയോ? 27 നക്ഷത്രങ്ങളാണ്. അവരുടെ ഭർത്താവാരാ? ചന്ദ്രനാണ്. എൻ്റെ മുന്നിലാണ് എല്ലാ ഋഷിമാരും വന്നിട്ട് ദക്ഷിണയ്ക്ക് കൈയിട്ട് നിൽക്കുന്നത്. ഇതൊക്കെയാണ് ദക്ഷൻ്റെ വിചാരം. അപ്പം പദവിയോടും അധികാരത്തിനോടുള്ള ഒട്ടൽ. 2, ദക്ഷൻ മഹാപണ്ഡിതനാണ്. അപ്പം അറിവ് ഭാരമാണ് ദക്ഷന്. അറിവ് ഭാരാവരുത്. നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഞാൻ പറയാം. വായിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ പഠിച്ചു. പക്ഷെ അതിന് വായിക്കണം. വായിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ പാടില്ല. വായിച്ച് കുറേ എത്തുമ്പോൾ മനസ്സിലാവും, വായിച്ചിട്ടല്ല, അതിന്ന് കിട്ടുന്ന ഒരു സമനിലയുണ്ട് മനസ്സിന്. അതാണ് കിട്ടേണ്ടത്. ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞ മാതിരി ഈ ചെറുപ്പം തൊട്ട് തലയെ കയറ്റി വെച്ചതൊക്കെ ഇറക്കുക എന്നുള്ളതാണ് അത്ര ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം. അൺലേൺ, തലേന്ന് ഇറക്കുക. എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇറക്കി സിമ്പിളാക്കുക. ലാളിത്യം, അപ്പോഴേ ലളിതേ അറിയുള്ളൂ. ആണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ലാളിത്യം ഉണ്ടാക്കുക. ദക്ഷൻ സമ്പത്ത് കൊണ്ട്, പദവി കൊണ്ട്, പുത്രസമ്പത്ത് കൊണ്ട്, അതിസുന്ദരിയായിട്ടുള്ള ഭാര്യ, അമ്മായിയച്ഛൻ സാക്ഷാൽ സ്വയംഭുവ മനു, എല്ലാം കൊണ്ടും അഹങ്കാരമാണ് അദ്ദേഹത്തിന്. ഇതിനൊക്കെ പുറമെ അറിവിൻ്റെ അഹങ്കാരം വേറെ. ഈ അറിവിൻ്റെ അഹങ്കാരം മഹാ അപകടമാണ്. അറിവിൻ്റെ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഞാനും എന്ന് പറഞ്ഞിട്ട് പറയാൻ തോന്നും. ഞാനും, നീ മാത്രമല്ല ഞാനും എന്ന് പറഞ്ഞിട്ട് പറയാൻ തോന്നും. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള അഹങ്കാരങ്ങൾ: പദവി, അധികാരം, 4 തരം: സമ്പത്ത്, അറിവ്. സകല അഹങ്കാരങ്ങളുടെയും ഒരു രൂപമായിരുന്നു ദക്ഷൻ. എന്ന് വെച്ചിട്ട് അദ്ദേഹം ദുഷ്ടനായിരുന്നോ? അല്ല. സ്നേഹസമ്പന്നനായ അച്ഛൻ, സ്നേഹസമ്പന്നനായ പിതാവ്, ധർമ്മിഷ്ഠനായിട്ടുള്ള ഭരണാധികാരി. ആരെന്ത് കർത്തവ്യം ഏൽപ്പിച്ചാലും പിന്നെന്താ, ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയെന്ന് ചെയ്യണ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതുപോലെ ചെയ്യണ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ പോയി അന്വേഷിച്ച് പണി ജോലിക്കാരെയൊക്കെ വിളിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കൂ. ഒരു വീട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അതിനുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക. ഒരു ശവസംസ്കാരം നടക്കുകയാണെങ്കിൽ അതിന് വേണമൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു സോഷ്യൽ ലീഡറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടായിരുന്നു. ആ പദവി അദ്ദേഹം വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യാൻ തയ്യാറില്ല. അപ്പം അതൊരു കുഴപ്പം തന്നെയാണ്. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയി. ആരാത്മാവ്? സ്വന്തം മരുമകനായിട്ട് വന്നത് പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ്. പരമാത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കും. അവനവൻ്റെ ആത്മാവ് തന്നെയാണ് തൻ്റെ മകളുടെ ഭർത്താവ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയി. അപ്പോൾ അവനവൻ്റെ ആത്മാവിനെ മറക്കണം. നമ്മൾ ഓരോരുത്തരിലും ദക്ഷനുണ്ട്. ഇത് മറന്നിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്ന സകല അഹങ്കാരങ്ങളും കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ദക്ഷൻ വേറൊരു സ്ഥലത്ത് ഇരുന്ന ആളല്ല, ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഓരോരുത്തരിലും ദക്ഷൻ ജീവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഒരാളുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടുന്നത് എന്തിന്? വിവാഹം, കുഞ്ഞുങ്ങൾ, എല്ലാവരിൽ നിന്നും, അച്ഛനമ്മമാർ, ഇതിൽ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രതീക്ഷകൾ തകരുമ്പോഴാണ് ബന്ധങ്ങളിൽ കുഴപ്പം വരുന്നത്. പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാം കുഴപ്പം. ചിലർക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നതും പ്രശ്നമാണ്. കാരണം ഈ പ്രതീക്ഷിക്കാത്ത അടികൾ വരും, അതും പ്രശ്നമാണ്. അപ്പോൾ പ്രതീക്ഷിച്ചാലും പ്രശ്നം, പ്രതീക്ഷിച്ചില്ലെങ്കിലും പ്രശ്നം. ഇതെങ്ങനെ കൊണ്ടുപോകുന്ന അറിയാത്തൊരു മനസ്സ് ദക്ഷനും ഉണ്ടായിരുന്നു. ശിവനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ശിവനെ വണങ്ങുന്നതിനെ നിരാകരിച്ചത് വഴി. കാരണം ശിവനെ എന്തുകൊണ്ടാണ്? ദക്ഷൻ്റെ മനസ്സിൽ കുറേ ഫ്രെയിം അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള ആളെ സംസ്കാരമുള്ളവനുള്ളൂ. അതായത് നല്ല ഡ്രസ്സ് ചെയ്യണം, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നല്ല സെൻറ്റൊക്കെ പൂശണം, കാണാൻ കൊള്ളണം, ഇങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ വിചാരമാണ്. നമ്മളൊക്കെ മനുഷ്യൻ്റെ വേഷം കണ്ടിട്ടാണ്. ടീഷർട്ടും ജീൻസും ഇട്ട് നടക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഗംഭീരൻ ഫ്രഞ്ചുകാരൻ ടീഷർട്ടും ജീൻസും ഇടുള്ളൂ. കറുത്ത ടീഷർട്ടും നീല ജീൻസും എപ്പോഴും. ദിദിയേസ്നോ, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഇടയ്ക്ക് കാണാണ്ടാവും. ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും അതിർത്തിയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വനങ്ങളുണ്ട്. അവിടെ പോയിട്ട് മാസക്കണക്കിന് ധ്യാനിക്കും. പിന്നെ തിരിച്ചു വരും, പാരീസിൽ വരും, വീടുകൾ പെയിൻ്റ് അടിക്കും. പുള്ളി ചിത്രകാരനാണ്, പക്ഷേ ചിത്രം വരയ്ക്കില്ല, വീട് പെയിൻ്റ് അടിക്കും. കിട്ടണ കാശ് മുഴുവൻ
അന്നദാനം നടത്തും, അല്ലെങ്കിൽ വല്ല ആശ്രമങ്ങൾക്ക് കൊടുക്കും. ഇന്ത്യയിൽ വരും, കുറേ ദിവസം കാശിയിൽ പോയിരിക്കും, വീണ്ടും തിരിച്ചു പോകും. അസാമാന്യ തേജസ്സുള്ളൊരു മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യൻ നമുക്ക് തോന്നും. അതുകൊണ്ട് ഏത് രൂപത്തിൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ കഥകൾ ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്. സന്ദീപ് റാവു, കർണാടകക്കാരനാണ്. ഒരുപാട് യാത്രകൾ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിട്ടുണ്ട്. തിരുവണ്ണാമലയിലത്തെ കഥകളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സന്ദീപിന് പാരീസിൽ വെച്ചുണ്ടായ ഒരു കഥ പറയാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, രൂപം കൊണ്ട് എങ്ങനെ തിരിച്ചറിയുന്നത്. തണുപ്പ് കാലം, പുള്ളി ചെയിൻ സ്മോക്കറാണ്. ശിവാർപ്പണം എന്ന് പറഞ്ഞിട്ടേ മദ്യപിക്കുള്ളൂ. ആദ്യം 3 തുള്ളി ശിവന് കൊടുക്കുക, എന്നിട്ടേ കഴിക്കുള്ളൂ. കഴിക്കണത് 1.5 ലക്ഷം ഉറുപ്പിയുടെ കുപ്പിയേ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. പക്ഷെ മഹാഭക്തനാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അവൻ എവിടെ പോയി കഴിഞ്ഞാലും ആരെങ്കിലും വന്ന് അവനെ കൂട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് തൊഴിക്കാൻ. അത്ര ഭഗവാന് സ്നേഹമുള്ള ഒരാൾ. രുദ്രാഭിഷേകം ചെയ്ത് കാലം കൂട്ടി, അനന്ത ചതുർദശി വ്രതം ആചരിച്ചും കാലം കൂട്ടി. ഈ 10, 50, 51 വയസ്സിൻ്റെ ഉള്ളിൽ, എന്നാലും കുറച്ച് മൂത്താളാണ്. അങ്ങനെയുള്ള സന്ദീപ് ഫ്രാൻസിൽ കൊടും തണുപ്പത്ത് രോമക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു കഫേയുടെ ഉള്ളിൽ ഇരുന്നിട്ട് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് പെട്ടെന്ന് ഒരു സിഗരറ്റ് വലിക്കണം തോന്നിയിട്ട് പുറത്തിറങ്ങി നിന്നതാണ്. പുറത്തിറങ്ങിയിട്ട് ലൈറ്ററൊക്കെ വെച്ച് കൊളുത്തി സിഗരറ്റ് വെച്ചിട്ട് 2 പഫ് എടുത്തപ്പോൾ പെട്ടെന്ന് അടുത്ത് കണ്ടാ മുഷിഞ്ഞ് നാറിയിട്ട് ഒരു സായിപ്പ് പിച്ചക്കാരൻ പല്ലൊക്കെ കംപ്ലീറ്റ് അളിഞ്ഞു പോയി കഴിഞ്ഞു. അങ്ങനെ കണ്ട അറയ്ക്കുന്ന രൂപത്തിൽ ഒരാൾ അടുത്ത് വന്നു. എന്നിട്ട് കൈകൊണ്ട് ആങ്ങിതിച്ച് ഒരു പഫ് തരുമോ ചോദിച്ചു. ഇദ്ദേഹം കൊടുത്തു, വലിച്ചു, 3 തവണ വലിച്ചു, തിരിച്ചു കൊടുത്തു. എന്നിട്ട് കണ്ണിൽ ഒറ്റ നോട്ടം നോക്കി. സന്ദീപ് പറയുക, തീ വരിയുണ്ട് കണ്ണ്, നമശിവായ അത് വൃത്തിയായിട്ട് പറഞ്ഞിട്ട് നടന്നുപോയി. അതുകൊണ്ട് ആള് എവിടെ, എങ്ങനെ, എപ്പോൾ വരുന്നൊന്നും ഏത് രൂപത്തിൽ വരുന്നതും നമുക്ക് പറയാൻ പറ്റില്ല. കുളിച്ച് വൃത്തിയായി ഭസ്മരുദ്രാക്ഷങ്ങളൊക്കെ അണിഞ്ഞ് കാവ്യവസ്ത്രം അണിഞ്ഞിട്ട് സന്യാസിമാർ, ഇന്ന് ആ വേഷം ധരിച്ചിട്ട് ഏറ്റവും കൂടെ കള്ളന്മാർ നടക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഭഗവാൻ ഏത് രൂപത്തിൽ വരുന്നു പറയാൻ പറ്റില്ല. അപ്പോൾ ശിവൻ നഗ്നനാണ്. ശിവൻ ശരിക്കും വസ്ത്രമേ ഇല്ല, ദിഗംബരനാണ്, ഭ്രാന്തനാണ്. പിത്താ 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 പിത്ത എന്ന് തമിഴ് സന്യാസിമാർ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ശരീരത്തിലിട്ടിട്ട്, തലയൊട്ടിയോ പാമ്പോ ചുടലേല ചാരം ഇതൊക്കെ എടുത്ത് ശരീരത്തിൽ പൂശി നടക്കണു. കനൽക്കട്ട പോലെയാണ്, എന്നും ചൂടാ, വെള്ളം വേണം, ജലം 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 ജലം. തൃപ്രങ്ങോട്ട് കൈനിക്കരയിലെ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ മാതിരി കോരി ഒഴിച്ചതാ പറഞ്ഞു അത്രേ മുത്തശ്ശൻ കടവിലിരുന്നിട്ട്. കുട്ടി കോരി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അത്രേ, എന്നും നീ എനിക്ക് ഒഴിച്ചു തരുമോ? അങ്ങനെ ചോദിച്ചു. അങ്ങനെ കൊടുത്താൽ അത്ര തന്ത്രസ്ഥാനം തൃപ്രങ്ങോട്. അവിടെ ശംഖാഭിഷേകം വളരെ വിശേഷമാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഒരു നിയമങ്ങൾ അനുസരിക്കാണ്ട് നടക്കണം. ഒരുത്തിനെ എങ്ങനെ നിയമം എന്ന് പറയണ ചാക്കോമാഷ്, കണക്കിലാണ് ഭൂഗോളം കറങ്ങണമെന്ന് പറയുന്ന ചാക്കോമാഷെ പോലുള്ള ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാവും? ദക്ഷൻ ചാക്കോമാഷ. ദക്ഷന് മനസ്സിലായില്ല. ഹി കുഡ് നെവർ അണ്ടർസ്റ്റാൻഡ് ഹിം. നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ ആത്മാവ് സർവതന്ത്ര സ്വതന്ത്രനാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് അറിയില്ല. നമ്മൾ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിനൊരു ചട്ടക്കൂടടിച്ച് അങ്ങനെ ആയിരിക്കണം എന്ന് ശഠിക്കുകയാണ്. ഈ ഒരസൽ വരുമ്പോൾ കുടുംബത്തിൽ സ്പർദ്ധ ഉണ്ടാവും. ഏത് കുടുംബം? ശരീരമാകണ കുടുംബത്തിൽ സ്പർദ്ധയുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊക്കെ എപ്പോൾ നോക്കിയാലും ഒരു ചുട്ടുനീറ്റും ഒരു അതൃപ്തിയും ഒക്കെ ഉണ്ടാവും ദേഹത്ത്. ഇത് ബാലൻസ് വന്നാൽ ദക്ഷനും ശിവനും രമ്യതയിലായ ശരീരം സൗഖ്യവും ആത്മാവും മനസ്സും. ദക്ഷൻ അഹങ്കാരം മുറ്റി നിൽക്കണ മനസ്സാണപ്പോൾ. മനസ്സിന് എന്തും ദക്ഷത്വത്തോടു കൂടി ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിനില്ലാത്ത സമ്പത്തുകളില്ല, എല്ലാം ഉണ്ട് മനസ്സിന്. പക്ഷേ മനസ്സും ആത്മാവും എപ്പോഴും ലോവർ ഹെഡ്സിലാണ്, കോൺഫ്ലിക്റ്റിലാണ്. അങ്ങനെ വരുമ്പോൾ എന്താ, ആത്മശാന്തി ഉണ്ടാവില്ല. എന്ത് നേടിയാലും എപ്പോഴും ഒരു പ്രശ്നം അങ്ങനെയായിരിക്കും. ഇനി ഈ പുറത്തെ കാഴ്ചകളിൽ അഭിരമിക്കുന്നത് എപ്പോഴും മനസ്സാണ്. മനസ്സിന് എപ്പോഴും പുറത്തെ കാഴ്ചകളിൽ അഭിരമണം കൂടുതലാണ്. ഇമ്പ്രസ് ചെയ്യാൻ നമ്മളെന്താ പറയുക, നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പോട്ടോ ഇൻ്റർവ്യൂവിന്, അങ്ങനെയല്ലേ പറയുക. ഇൻ്റർവ്യൂവിന് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകണം. ഇത് കേട്ടിട്ട് ഇനി ശിവൻ ഡ്രസ്സ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാണ്ട് ഒന്നും ഇൻ്റർവ്യൂവിന് പോയി കളയരുത്. പക്ഷേ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ ലോകത്തിൻ്റെ നീതികൾക്കനുസരിച്ചിരിക്കണം. പക്ഷെ അകത്ത തത്വത്തെ മറക്കരുത്. ഭഗവാൻ ഒരിക്കലും ഭഗവാനെ പോലെ നടക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ശരീരത്തിനെ നിരാകരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ പക്ഷെ ഭഗവാനെ മോശമായിട്ട് കാണണം, അവിടെയാണ് പ്രശ്നം വരുന്നത്.
ശിവൻ നമ്മളെ ഒന്നും നിർബന്ധം പിടിപ്പിക്കുന്നില്ലല്ലോ. നമ്മളെന്തിനാ ഭഗവാൻ നമ്മളെപ്പോലെ നടക്കണം നിർബന്ധം പിടിക്കണേ? അപ്പം നമ്മൾ നമ്മുടെ ആത്മാവിനെ വടിയെടുത്തിട്ട് ഇന്ന വഴിക്ക് എന്ന് പറഞ്ഞ് നടത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ ആത്മാവിന് അടിപ്പെടണം, ആത്മസമർപ്പണം ചെയ്യണം. ഇതിനുള്ള മാർഗം എന്താ? ആ മനസ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ മനസ്സ് എടുത്ത് വളർത്തിയവളാണ് ഭക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ദിവ്യപ്രണയത്തിൻ്റെയും അവസാനം ആത്മബലി. ആത്മസമർപ്പണത്തിൻ്റെ ഹൈറ്റാണ് ആത്മബലി. സഖ്യം ആത്മനിവേദനം എന്നാണ് നവതാഭക്തിയുടെ അവസാനം വരണം. അവനവനെ തന്നെ നേദിക്കുക. അങ്ങനെ ചെയ്ത ഒരു ഭക്തനേ ഉള്ളൂ. ആരാ? മഹാബലി. അവനവനെ തന്നെ കൊടുത്തു ഭഗവാന്. അതുകൊണ്ടാണ് ബലിയെ ഏറ്റവും വലിയ ഭക്തനായിട്ട് പറയണത്. ബലി എന്ന് വിളിക്കാൻ തന്നെ കാരണം അതാണ്. അദ്ദേഹത്തിന് വേറെ പേരൊക്കെ ഉണ്ട്. അങ്ങനെ ബലി കൊടുത്തു. ഇതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് സതി നിൽക്കുന്നത്. സതി സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഉപാസനയാണ്. നമ്മുടെ ശരീരം ഭഗവോന്മുഖമാക്കിയിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, ഭഗവാന്റെ ഉപാസനയിൽ നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പിന്നെ സതിയാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന അഹങ്കാരം കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉപാസന പൂർത്തിയാക്കാൻ പറ്റാണ്ട് ആ ശരീരം ഉപേക്ഷിച്ചു പോവും ആ ആത്മാവ്. അതാണ് സതിയുടെ ആത്മാഹുതി. മനസ്സ് വെറുത്തിട്ട് അത് വരുതിക്ക് നിൽക്കണില്ല. അപ്പോൾ മനസ്സിലാവണം ഈ ജന്മം കൊണ്ട് എനിക്ക് മോചനം കിട്ടില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ ചില ഋഷീശ്വരന്മാരും ഉപാസകരും എന്ത് ചെയ്യും? ജന്മം അങ്ങോട്ട് മതിയാക്കും. അടുത്ത ഗർഭപാത്രം തേടിപ്പോവും അവർ. കാരണം പൂർത്തിയാക്കണം, അവർക്ക് കംപ്ലീറ്റ് ആക്കണം. ആ പൂർത്തിയാക്കിയതാണ് ഉമ. അത് പൂർത്തിയാവുകയും ചെയ്തു, സാക്ഷാത്കാരായി. പ്രകൃതിയുടെ കിട്ടിയ ശരീരം കൊണ്ട് ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ചു ആ ഉപാസകൻ. അപ്പോൾ എന്തായി? അതിനെ എന്താ വിളിക്കുക നമ്മൾ? ശ്രീപാർവതി എന്ന് പറയും. അത് ചെറുപ്പം തൊട്ടേ നോക്കൂ, അമ്മയുടെ സ്വഭാവം ഓർമ്മ വെച്ച കാലം തൊട്ടേ ഭഗവാനെ പൂജിക്കണു. ആര് പറഞ്ഞു കൊടുത്തിട്ടാ? ഒരു ഉപാസകൻ്റെ യാത്രയാണ് ശരിക്കും ശിവൻ്റെയും സതിയുടെയും പാർവതിയുടെയും കഥയിൽ കാണുക. ശിവൻ മാറുന്നില്ല, നമ്മുടെ ആത്മാവിന് മാറ്റില്ല. ഒരു ശരീരം ഉണ്ടായിരുന്നു, സതിയുടെ ശരീരം. അത് ഉപാസന പൂർത്തിയാക്കാൻ പറ്റാണ്ട് അഹങ്കാരം തുടങ്ങിയിട്ടുള്ള ദുഷ്ടസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട്, ഈഗോൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അത് ആ ശരീരത്തിൽ നിന്ന് സംഘർഷം അനുഭവിച്ചപ്പോൾ ആ ശരീരത്തിനെ ഉപേക്ഷിച്ചു പോയി. പുതിയൊരു ശരീരം സ്വീകരിച്ചു. അപ്പം എന്തായി? അപ്പം കിട്ടിയ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പണത്തിൻ്റെ പരകോടിയെ മഹാസമ്പന്നനാ ഹിമവാൻ. എല്ലാം ഉണ്ട്, സകലതും ഉണ്ട്. അഹങ്കാരം തീരെയില്ല. ഉള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണ ഒരാൾ. അങ്ങനെയുള്ള ഒരാളുടെ മകളായിട്ട് ജനിച്ചു. അപ്പോൾ ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഒരു മനസ്സുണ്ടായി. ആ മനസ്സിന് മരുമകനെ തിരിച്ചറിയാനും സാധിച്ചു. ഈ മരുമകനിൽ തന്നെയാണ് ശിവനിരുന്ന് തപസ് ചെയ്യുന്നത്. മനസ്സിൻ്റെ കോണിൽ തന്നെയാണ് ആത്മാവ് ഇരിക്കുന്നത്. ആത്മാവിൻ്റെ ചൈതന്യം സ്ഫുരിക്കുന്നത് മനസ്സ് വഴി തന്നെയാണ്. അതാണ് ഹിമവാനിൽ ഭഗവാൻ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ദക്ഷയാഗം പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ പോവും. അത്രയും ഇത് മുഴുവൻ നമ്മുടെ അകത്തുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ ദക്ഷയാഗം? അഹങ്കാരം കൊണ്ട് ചെയ്തിട്ടുള്ളതാണെങ്കിലും ആത്യന്തികമായിട്ട് സതിയുടെ ആത്മാഹുതിയിൽ കലാശിച്ച സതിയായി ഹവിസ്. ആ അമ്മയുടെ ശരീരത്തിനെ ഹവിസാക്കി അതിൽ ഹോമിച്ച് കളഞ്ഞു. ഒരു ശരീരമാണ് കത്തിയത്. നെയ്യോ മലരും നേദ്യവസ്തുക്കളൊന്നുമല്ല, ശരീരം കത്തിപ്പോയി. അപ്പം അതെന്താ? അത് ആ യജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ പരിവർത്തനമാണ്. ആന്തരികമായ പരിവർത്തനം വരണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഒന്ന് കൊന്ന് വീണ്ടും ജീവിപ്പിക്കേണ്ടി വരും. മരിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പാഠങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ശുദ്ധീകരണം വരിക. ചില വ്യക്തികളുണ്ട്, മരണം കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ വേറൊരു തലത്തിലായിരിക്കും. 12 വയസ്സുള്ള രമണ മഹർഷി നട്ടുച്ച നേരത്ത് മധുരയിലെ വീട്ടിൻ്റെ കോലായിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് മരിക്കുകയാണ്. ഹൃദയം നിന്നു, താൻ മരിക്കുകയാണെന്ന് മനസ്സിലായി. പടയൻ നോക്കി, ശരീരമൊന്നും അനങ്ങണില്ല. നോക്കുമ്പോൾ തൻ്റെ ശരീരം തനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ശരീരമല്ലേ? ആ ഒരു നിമിഷത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. ശരീരത്തിലേക്ക് തിരിച്ചു വന്നു ജീവൻ. അപ്പം മനസ്സിലായി ഞാൻ ശരീരമല്ല എന്ന് ആരും പറഞ്ഞു കൊടുക്കാണ്ട 12 വയസ്സുള്ള കുട്ടി പഠിച്ചു, ബ്രഹ്മജ്ഞാനിയായി. രമണൻ്റെ ബോധോദയം ഒരു ഉച്ചനേരത്ത് ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ ഉച്ചനേരത്ത് ഉറങ്ങുകയാണെങ്കിലും വേണമെങ്കിൽ ഭഗവാനെ കിട്ടാം. അതിന് രമണനാവണം എന്നില്ലാന്ന്. അപ്പോൾ സെൽഫ് ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ആന്തരികമായ മാറ്റം, ആത്മീയമായിട്ടുള്ള മാറ്റം വരലാണ് ദക്ഷയജ്ഞം. ആ ദക്ഷയജ്ഞത്തിൽ ആന്തരികമായ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ
ആത്മാവിനെയാണ് നമ്മൾ പ്രമുഖ സ്ഥാനം കൊടുത്ത് ആദരിക്കേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ അത് എത്ര വലിയ യജ്ഞമാണെങ്കിലും ആ യജ്ഞം നശിക്കും. ആ യജ്ഞത്തിൽ ഏത് വമ്പൻ കൊമ്പൻ ദേവൻ വേറെ വന്നിരുന്നാലും പരമാത്മാവിനെ, നമ്മുടെ ആത്മാവിനെ, അതായത് നമ്മൾ ശരീരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണു, ബ്യൂട്ടി പാർലർ പോകുന്നു, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കണു, വിറ്റമിൻ ടാബ്ലറ്റ് കഴിക്കണു, അല്ല എൻഷുർ കഴിക്കണു, എന്തൊക്കെയാ ഇങ്ങനെ പല 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 സംഭവങ്ങൾ ചെയ്യണു. പ്രത്യേക സ്ഥലത്തുള്ള അരി മാത്രം വരുത്തിയിട്ട് അതുകൊണ്ട് ഇഡ്ഡലി മാവുണ്ടാക്കി, അല്ലേ? അങ്ങനെ എന്തൊക്കെ കാണിക്കണു. ആത്മാവിന് വേണ്ടി എന്താ ചെയ്യണത്? ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ അതുകൊണ്ട് ശരീരം പോഷിപ്പിക്കാൻ എന്തൊക്കെ യജ്ഞങ്ങൾ നടത്തിയാലും അതിൽ ആത്മാവിന് സെൻട്രൽ സ്ഥാനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദക്ഷയജ്ഞം, നമ്മുടെയൊക്കെ ജീവിതം ദക്ഷയജ്ഞ. പിന്നെ അവിടെ കയറിയിട്ട് ആത്മാവിൻ്റെ ആ കോപം, അതിനെ തളച്ചിട്ടതിൻ്റെ, അതിനെ അപമാനിച്ചതിൻ്റെ കോപം വീരഭദ്രൻ്റെ രൂപത്തിൽ താണ്ഡവാടി നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ദക്ഷയജ്ഞം നടക്കണം നമ്മുടെ ശരീരത്തിലാണെന്ന് മനസ്സിലാക്കുക. ദക്ഷൻ്റെ യജ്ഞം ഈ ഗണങ്ങൾ നശിപ്പിക്കുന്നത് അഹങ്കാരം വളരെ 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 പരമാത്മാവിൻ്റെ ചൈതന്യം അതിനെ അതിശക്തമായിട്ട് അടിച്ചമർത്തുന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അഹങ്കാരത്തിന് വളരാൻ ഈശ്വരീയ ശക്തികൾ സമ്മതിക്കില്ല. ഗണങ്ങൾ അതിൻ്റെ ലക്ഷണമാണ്. ഭഗവാൻ വരണില്ലല്ലോ, ശ്രദ്ധിച്ചോ നിങ്ങൾ? ഭഗവാൻ വേണമെങ്കിൽ ശിവന് കൈലാസത്തിൽ ഇരുന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷയജ്ഞം താവിട്ട് കൊടിയാണ്. അവിടെ ഇരുന്നിട്ട് സതിയെ രക്ഷിക്കും ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു സതി ശരീരം കത്തിക്കാൻ നോക്കുമ്പോൾ ഒരു തരി പൊള്ളാണ്ട മഹാദേവൻ ഇച്ഛിച്ചാൽ മതിയായിരുന്നു. ചെയ്തില്ലല്ലോ. ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന്? അത് കർമ്മമാണ്, അത് അനുഭവിച്ച് തന്നെ തീരണം. ഭഗവാൻ ഇടപെട്ടില്ല, വീരഭദ്രനെ പറഞ്ഞയക്കുകയാണ് ചെയ്തു. താൻ പൂർണ്ണമായിട്ട് അവിടേക്ക് പോകുന്നില്ല. പരമാത്മാവ് ഒരിക്കലും പൂർണ്ണമായിട്ട് ഒന്നിലും ഇടപെടില്ല. ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, നമ്മൾ വെറുതെ പറയുക ഭഗവാനെ കുറ്റപ്പെടുത്തുക. ഭഗവാൻ നമ്മളെ ഒരു തരത്തിലും ദ്രോഹിക്കുന്നില്ല. അങ്ങനെ ദക്ഷയജ്ഞം നശിപ്പിക്കാൻ വീരഭദ്രൻ ചെല്ലുന്നു. വീരഭദ്രൻ്റെ പേരെന്നെ നോക്കൂ, ഭദ്ര ശബ്ദം. എന്താ ഭദ്ര? ഭയം ദ്രവിപ്പിക്കുന്നവൾ ഭദ്ര, ദ്രവിപ്പിക്കണവൻ ഭദ്രൻ. വീരതയോട് കൂടിയിട്ട് ഭയത്തെ ദ്രവിപ്പിക്കണവൻ വീരഭദ്രൻ. ഭയത്തെ ഇല്ലാണ്ടാക്കണം. ദ്രവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ജലം മരിയാക്കുക, വെള്ളമാക്കി മാറ്റുക. ദ്രവശബ്ദം, അതിൽ ദ്രാവിഡം എന്നൊക്കെ ഉണ്ടായത്. കാളിക്ക് തെക്കേ ഇന്ത്യയിൽ ഇത്രയ്ക്കും പ്രാധാന്യം കൂടിയതും അങ്ങനെയാണ്. എങ്ങനെയാണെങ്കിലും ആ ദക്ഷയജ്ഞ വിനാശനം എന്ന് നമ്മൾ പറയുന്നത് കടുകട്ടിയായിട്ട് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിർബന്ധ ബുദ്ധികളും കെട്ടുപാടുകളും, ചില ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇതിങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്നുള്ള വാശികളുടെയൊക്കെ പൊളിഞ്ഞു വീഴലാണ്. അപ്പോൾ ഭഗവാന്റെ രാജവാഴ്ചയാണ് അവിടെ. അതിന് നിയമങ്ങളില്ല. ഗണങ്ങൾക്ക് എന്ത് നിയമം? അവർക്ക് ഭക്ഷണം പോലും വേണ്ട. ഗണങ്ങൾ എന്ത് കഴിച്ചാൽ ജീവിക്കണത്? ചിന്തിച്ചിട്ടുണ്ടോ? ഗണങ്ങൾ എന്താ ഭക്ഷണം കഴിക്കണത്? പഞ്ചാക്ഷരം. ഒന്ന് ക്ഷീണം വന്നു, നമശിവായ നമശിവായ നമശിവായ, ശക്തിയായി വർക്ക് ചെയ്യുക. വീണ്ടും ക്ഷീണമായി, നമശിവായ നമശിവായ നമശിവായ, ശക്തിയായി. നമശിവായ ചെല്ലിയാൽ മതി. അവർക്ക് അവരുടെ ഭക്ഷണം പഞ്ചാക്ഷരമാണ്. അവരെ കഴിക്കാൻ വിട്ട പണിയാ. ഹാലാസ്യമഹാത്മ്യത്തിലുണ്ട്. അമ്മ പറയും, എന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ കല്യാണത്തിന് വന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ എങ്ങനെ? അത് വേണോ ചോദിക്കും ഭഗവാൻ. വേണമെന്ന് ഭയങ്കര അഹങ്കാരമായിട്ട് പറയും. നമ്മുടെ കൊട്ടാരത്തിൽ ഇത്രയൊക്കെ സമ്പത്തുണ്ടെന്ന് കാണിക്കണം അമ്മയ്ക്ക്, മീനാക്ഷിക്ക്. അപ്പോൾ പറയും, ഭർത്താവിൻ്റെ വീട്ടുകാരാണല്ലോ, അവരെയൊക്കെ ഒന്ന് കഴിപ്പിച്ച് അവർക്ക് തൻ്റെ സമ്പത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോഴും ഭഗവാൻ പറയും, വേണോ വേണോ ചോദിക്കും. ഒരു കാര്യം ചെയ്യാം, ഒരുത്തനെ അയക്കാം. അങ്ങനെ ഗണ്ഡാകർണനെ അയച്ചു. ഗണ്ഡാകർണൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശൂലം ചുമക്കണ ആളാണ്. ഭഗവാൻ കാളപ്പുറത്ത് പോകുമ്പോൾ ശൂലം ചുമന്നുകൊണ്ട് പോകും. ചെവിയിൽ മണി കെട്ടിയിട്ടുണ്ട്. ശിവൻ്റെ നാമം അല്ലാണ്ട് വേറെ ആരുടെയും നാമം കേൾക്കാൻ പാടില്ല. അതിന് ഇങ്ങനെ ആക്കി അവൾ കിടുകിടീന്ന് അടിച്ചോടും. അപ്പോൾ ശബ്ദം കേൾക്കില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയി കഴിക്കു പറഞ്ഞു. അച്ഛാ വിശപ്പില്ല പറഞ്ഞു. വിശന്നോളും പറഞ്ഞു. കുറച്ച് നേരത്തേക്ക് അവനെ സാധാരണ വിശപ്പുള്ളവനാക്കിയിട്ട് അങ്ങോട്ട് വിട്ടു. പഞ്ചാക്ഷരം മാറ്റി. അവിടെ ചെന്നിട്ട് അവസാനം കൊട്ടാരത്തിലുള്ളവരെ വരെ പിടിച്ച് തിന്നാൻ തുടങ്ങി. അവസാനം അമ്മ വന്ന് പറഞ്ഞു, മതി നിർത്താം, ഇവനിങ്ങനെ ഒരുത്തരാണ്. ഈ ബാക്കി 960 കോടി ടീമുകളുണ്ട്, അവരെയൊക്കെ സൃഷ്ടിച്ച കഥ ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ദക്ഷയജ്ഞത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ
ഉള്ള സകല കേടുകളെയും ആ ഈശ്വരീയ ശക്തി, ഈശ്വരനുമായിട്ട് ബന്ധം വന്നു, മകളുടെ ഭർത്താവാക്കി, എന്നിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന, അല്ലെങ്കിൽ ആ ആത്മാവിലുള്ള ചിലരുണ്ട് സാധനയുടെ മാർഗത്തിൽ ചെന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ചില അഹങ്കാരങ്ങൾ പിടികൂടും. ഒന്നുമില്ല, ഉപാസനയിൽ കുറേ മുന്നേറി, അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ചു, ഇന്നിപ്പോൾ ഭഗവാൻ എൻ്റെ കൂടെ രാവിലെ ഇഡ്ഡലി കഴിച്ച് പോയേ ഉള്ളൂ എന്നൊക്കെ പറയാൻ തുടങ്ങും. അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ദക്ഷയജ്ഞം നശിക്കും. ശിവൻ വീരഭദ്രനെ അങ്ങോട്ട് അയക്കും. അത് ആരുടെ ഭക്തനാണെങ്കിലും ശരി. ഇനി എന്തിനാണ് ദക്ഷന് പുനർജന്മം കൊടുത്തത്? കാരണം അടങ്ങിയ മനസ്സ്, അഹങ്കാരം വെട്ടിക്കളയപ്പെട്ട മനസ്സ്, തല അഹങ്കാര, അത് വെട്ടിക്കളയപ്പെട്ട മനസ്സിന് മരിച്ചിട്ട് ചത്ത് കിടന്നിട്ട് കാര്യമില്ല. അത് മരവിച്ച മനസ്സേ ആവുള്ളൂ. പരിവർത്തനം വന്ന മനസ്സാവണം. അതിന് അജം, ഒരിക്കലും ജനിക്കാത്തതെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശരിക്കും ഒരിക്കലും ജനിക്കാത്തത്, പരമാത്മാവിൽ ഉറച്ചത് എന്നർത്ഥം. അജനാഭൻ എന്ന് പറയും മഹാവിഷ്ണുവിന്. ഭാരതത്തിൻ്റെ യഥാർത്ഥ പേരതായിരുന്നു പ്രാചീന കാലത്ത്, അജനാഭവർഷം. അത് മാറിയിട്ടാണ് ആര്യാവർത്തം, അതിനുശേഷം ഭരതൻ്റെ കാലത്തിന് ശേഷം ഭാരതം, ഇപ്പം പിന്നെ വേറെ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പല 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 പേരുകളൊക്കെ വരണതിൻ്റെ ആ മൂലത്തിൽ നിൽക്കുന്ന അജൻ എന്ന ശബ്ദം, ഭഗവാനെ അജൻ എന്ന് വിളിക്കണം, ഒരിക്കലും ജനിക്കാത്തവൻ. അതിനെ ഒരു സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ആട്. ആടിൻ്റെ തല വെച്ച് കൊടുത്തു. അതായത് അഹങ്കാരത്തിൻ്റെ പരിവർത്തനം വന്നു. ഇപ്പം അഹങ്കാരമുണ്ട്, ഞാൻ ഭഗവാന്റെ കിങ്കരനാണ്. അത് അഹങ്കാര, നല്ല അഹങ്കാര. അഹങ്കാരം നന്നാക്കാം. ഞാൻ ഭഗവാന്റെ കിങ്കരൻ. എന്താ കിങ്കരൻ? കിങ്കരോമി. ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് നിൽക്കുക. വീരഭദ്രൻ കിങ്കരനാണ്. അപ്പോൾ വീരഭദ്രൻ എന്ന് പറഞ്ഞ കിങ്കരൻ ദക്ഷനെ തലയറുത്ത് കിങ്കരനാക്കി ഭഗവാന്റെ. അഹങ്കാരം വെട്ടിക്കളഞ്ഞപ്പോൾ എന്തായി? ദക്ഷനും കിങ്കരനായി. മനസ്സ് ശുദ്ധായി, മനസ്സ് സമർപ്പിക്കപ്പെട്ടു. അപ്പം ഭഗവാന്റെ അധീശത്വത്തെ അംഗീകരിച്ച മനസ്സ് ഓട്ടോമാറ്റിക്കലി ശുദ്ധായി. അവിടെ സമ്പൂർണ്ണ ശരണാഗതി പ്രപത്തി എന്ന് പറയും നമ്മൾ വൈഷ്ണവത്തിൽ. പ്രത്യേകിച്ച് വെങ്കടേശ്വര സ്വാമിയുടെയൊക്കെ കാര്യത്തിൽ പറയും. വെങ്കടേശ്വര പ്രപത്തി തൊട്ട് സ്തോത്രമുണ്ട്, അതിൻ്റെ അർത്ഥം അതാണ്. പ്രപത്തിച്ച സർവം ഭഗവാന് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇത് സംഭവിച്ചു. ഇനി ദക്ഷയാഗം കൊണ്ട് മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഭക്തൻ അഥവാ ഉപാസകൻ ശരീരം ആഹുതി ചെയ്തെങ്കിലും ഭഗവാനിൽ തന്നെയാണ് വീണ്ടും ഒരു ജന്മം കിട്ടണവരെ തുടരുക. അത് മിക്ക ഉപാസകരും, വലിയ മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ്. അവർക്കൊരു ശരീരം പോയാൽ ചിലപ്പോൾ അവർ ഉടനെ ഒന്നും ശരീരം എടുക്കേണ്ട അവസ്ഥ വരില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലൊക്കെ ഇരിക്കും, അവർ ഭഗവാനിലിരിക്കും. തിരുപ്പതിയിലൊക്കെ വിഗ്രഹത്തിലൊക്കെ അങ്ങനെ അനവധി പേരുണ്ട്. ഗുരുവായൂരുണ്ട്, വിഗ്രഹത്തിലിരിപ്പുണ്ട്. നമ്മൾ ഈ അറിയണ പല വലിയ അറിയണതോ അറിയപ്പെടാത്തതായിട്ടുള്ള മഹാത്മാക്കൾ, അവരൊന്നും പ്രേതാവസ്ഥയല്ല, ജ്ഞാനാവസ്ഥയെ തന്നെ ഭഗവാനിൽ ഇരിക്കുന്നുണ്ടാവും. അവർ ഭഗവാനിലിരിക്കുന്നുണ്ടാവും. അത് കാത്തിരിക്കുകയാണ് ഭഗവാന്റെ അടുത്ത ആദേശം. ആ ഭൂമിയിൽ പോയിട്ട് ജനിക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. ഇന്ന അമ്മയുടെ വയറിൽ ജനിച്ചോ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണ വരെയുള്ള ഇരിപ്പാണത്. അത് ചിലപ്പോൾ 100 വർഷമാവാം, 500 വർഷമാവാം, 1000 വർഷമാവാം, ചിലപ്പോൾ 2 ദിവസമാവാം. അതൊക്കെ ഭഗവാന്റെ ഇഷ്ടം. അതേപോലെ ശിവൻ സതിയെ വേർപിരിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സതി വാസ്തവത്തിൽ ശരീരേ കളഞ്ഞുള്ളൂ, ഭഗവാനെ വിട്ട് എവിടെയും പോയില്ല. യുക്തമായ കാലം വന്നപ്പോൾ മേനയുടെ ഗർഭത്തിൽ ദേവി ജനിച്ചു. ഇതാണ് ദക്ഷയാഗത്തിൻ്റെ ചുരുക്കി പറയാനുള്ള ഒരു എന്താ പറയുക ഭാഗം. അടുത്തത് ശരിക്കും ധ്രുവചരിത്രമാണ്. ധ്രുവചരിത്രം ഞാൻ ഒരുപാട് വിസ്തരിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, സ്വയംഭുവ മനുവിന് 2 ആൺമക്കളാണ്, പ്രിയവ്രതനും ഉത്താനപാദനും. അതിൽ ഉത്താനപാദന് 2 ഭാര്യമാർ, സുനീതിയും സുരുചിയും. സുനീതിയുടെ മകനായിട്ട് ധ്രുവൻ ജനിച്ചു, സുരുചിയുടെ പുത്രനായിട്ട് ഉത്തമൻ ജനിച്ചു. ധ്രുവൻ്റെ കഥ അനവധി അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. നമുക്കിത് 2 ഭാഗമായിട്ടേ പറയാൻ പറ്റുള്ളൂ തോന്നുന്നു, സമയപ്രശ്നം കൊണ്ട്. കാരണം ഞാനിപ്പോൾ എനിക്ക് 11 മണിക്ക് നിർത്തണം. ധ്രുവൻ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ധ്രുവത്വമുള്ള ആളാണ്. എന്താ ധ്രുവത്വം? നിശ്ചയദാർഢ്യം, ഡിറ്റർമിനേഷൻ. മനുഷ്യന് വേണ്ട, അവശ്യം വേണ്ട, നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ഒരു ഗുണമാണ് ധ്രുവത്വം. ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. മനുഷ്യനില്ലാത്തതാ.
ഇന്നലെ രാത്രി തീരുമാനമെടുത്തു, നാളെ രാവിലെ സപ്താഹത്തിന് പോവും. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് എണീക്കാൻ വയ്യ, മെല്ലെ പോവാം, ഉച്ചയാകുമ്പോൾ പോവാം. അപ്പോൾ ഇന്നലെ രാത്രി തീരുമാനം എടുത്ത ആളാരാ? ഇന്ന് രാവിലെ വേണ്ടാന്ന് പറഞ്ഞതാരാ? അപ്പോൾ നമ്മുടെ അകത്ത് 2 പേരുണ്ടോ? അത് നമ്മുടെ അകത്ത് എത്ര പേരുണ്ട്? 10-15 പേരുണ്ട് അല്ലേ? ഇപ്പം ചില നടന്മാർ വലിയ നടന്മാരെ അനുകരിക്കും. ഇപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവമാണ്. മലയാളത്തിൽ ഒരുപാട് തമാശകൾ പറഞ്ഞ ഒരു നടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പണ്ട് ഒരു വർക്ക് നടക്കുന്ന സമയമാണ്, ഞങ്ങൾ ഇരിക്കുക. ഈ സമയത്ത് അക്കാലത്ത് ഇന്ന് അറിയപ്പെടുന്ന നടനാണ്, കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മോഹൻലാലിനെ അനുകരിക്കും, മമ്മൂട്ടിയെ അനുകരിക്കും, ജഗതിയെ അനുകരിക്കും, നെടുമുടിയെ അനുകരിക്കും. അതായത് ഒരു ഷോട്ടിൽ തന്നെ അദ്ദേഹത്തിൽ 10-15 നടന്മാരെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. സ്വന്തമായിട്ട് ശൈലിയില്ല. അപ്പോൾ ഇദ്ദേഹം സെറ്റിലേക്ക് കയറി വരിക. അപ്പോൾ ഈ മുതിർന്ന തമാശ പറഞ്ഞ നടൻ പറയണേ, അതാരൊക്കെയാ അവരുടെ ഒരു 5-6 ചെയർ എടുക്കുകയെന്ന്. ഒരു 5-6 ചെയർ എടുക്കുക ഇരിക്കുകയെന്ന്. അപ്പോൾ അതുപോലെ നമ്മുടെ അകത്ത് തന്നെ പല 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 ആൾക്കാരാണ്. നമുക്ക് ധ്രുവത്തില്ല, ധ്രുവം വേണം. ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നവൻ, ഒരു കാര്യം തീരുമാനിച്ച് ഉറച്ചു നിൽക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, 5 വയസ്സ് 6 വയസ്സിൽ ആ കുട്ടി കാണിച്ച നിശ്ചയദാർഢ്യം 6 മാസക്കാലം അത് കാണിച്ചതാകെ. അതിന് ഭഗവാനെ കിട്ടി. എന്തായിരുന്നു ആവശ്യം? അച്ഛൻ്റെ മടിയിലിരിക്കണം. അതിനുവേണ്ടി ആരെ വിളിച്ചു വരുത്തിയത്? സാക്ഷാൽ പരബ്രഹ്മത്തിനെ. ആ ഭഗവാനെ വിളിച്ചു വരുത്താനുള്ള നിശ്ചയദാർഢ്യം അതിനെവിടുന്ന് വന്നു? ആ നിശ്ചയദാർഢ്യം ധ്രുവനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനാണ്. ഭഗവാനെ ഉപാസിക്കാനുള്ള മനസ്സുറപ്പിന്, ഇളകാതെ ഉപാസിക്കാൻ. വേറൊരാളുണ്ട്, ഞാൻ ജപം മറയ്ക്കാൻ പറഞ്ഞ നാൾ, ഹനുമാൻ സ്വാമി. ധ്രുവത്വത്തിൻ്റെ പരമകാഷ്ഠയാണ് ഹനുമാൻ. അപ്പോൾ ധ്രുവൻ സുനീതിയുടെ പുത്രനായിട്ട് ജനിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വീട്ടിലെപ്പോഴും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റാണ്. പറയാൻ ആദ്യം കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് സുനീതിയാണ്. രാജാവിൻ്റെ പട്ടമഹിഷി സ്ഥാനം ശരിക്കും സുനീതിക്കാണ്. പക്ഷേ സുനീതി ഒരു പാവം പിടിച്ച സ്ത്രീയാണ്. ധ്രുവൻ ആ പാവത്തിൻ്റെ ഗർഭത്തിലാണ് ജനിച്ചു പോയത്. അതുകൊണ്ട് ഈ സുരുചി എന്ന് പറയുന്ന അതിസാമർത്ഥ്യക്കാരിയായിട്ടുള്ള ഭാര്യ രാജാവിൻ്റെ, തൻ്റെ മകനാണ് രാജ്യത്തിൻ്റെ അവകാശി എന്ന് പണ്ടേ തീരുമാനിച്ചു വെച്ചിരുന്നു. അപ്പം അന്ന് ഉത്തമൻ ചെറിയ കുട്ടിയാണ്, 2 വയസ്സ് പറ്റ പ്രായമുള്ളൂ. അതിന് പറയാൻ തിരിച്ചറിവൊന്നും ആയിട്ടൊന്നുമില്ല. അത് രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കുക. അപ്പോൾ ധ്രുവൻ രാജാവിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട് അച്ഛൻ്റെ തൊടയിൽ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എന്നെയും കയറ്റി ഇരുത്തവർക്ക് ഇങ്ങനെ തൊടയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ഈ സുരുചി വന്നിട്ട് അങ്ങനെ പിടിച്ച് പറിച്ച് അപ്പുറത്തേക്ക് ഇട്ടു. ഈ പെൺകോന്തനായിട്ടുള്ള രാജാവ് ഒരക്ഷരം മിണ്ടിയില്ല. ഇദ്ദേഹം തനി ഹെൻപെക്കഡായിട്ടുള്ള ഒരാളാണ്. ഉത്താനപാദൻ ശരിക്കൊരു നട്ടലില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഭാര്യയെ വിഷമിപ്പിക്കേണ്ടെന്നും വിചാരിച്ചു. എന്നാൽ മകൻ്റെ വിഷമം ആലോചിച്ചിട്ട് ഉള്ളുരുകയും ചെയ്തു. കുട്ടി ചോദിച്ചു, എന്താ ധ്രുവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ധ്രുവൻ എല്ലാറ്റിനും ചോദ്യങ്ങളാണ്. അതെന്താ എനിക്കിരുന്ന എന്ന് ചോദിച്ചു. അപ്പോൾ നീ ഇരിക്കാൻ പാടില്ല, കാരണം നീ എൻ്റെ മകനല്ല. ഞാൻ നിന്നെ പ്രസവിച്ചിരുന്നെങ്കിൽ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാം. നിന്നെ പ്രസവിച്ചത് സുനീതിയാണ്. നീ അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കണമെങ്കിൽ എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കണം. ചില കഥകളിൽ പറയണത് സുരുചി തന്നെയാണ് അത്രേ, വെറുതെ ഒരു വായിക്ക് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെയാണ് അമ്മയെ പറ്റുക ചോദിച്ചു. അത് മഹാവിഷ്ണു വിചാരിക്കണം പറഞ്ഞു. അഹങ്കാരത്തിൽ പറഞ്ഞു എന്ന് പറയാറുണ്ട്. എന്താണെങ്കിലും കുട്ടി കരഞ്ഞ് അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അമ്മ എന്താ എനിക്ക് ഇരിക്കാൻ പറ്റാത്തത്? എന്താ സുരുചി അമ്മ പറയണത്? അമ്മയുടെ ഗർഭത്തിൽ ജനിച്ചാലേ എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ സുനീതർ ഉള്ളിൽ അങ്ങോട്ട് ഒരു കഠാര കുത്തിയിറക്കിയാൽ മതി. അല്ലെങ്കിലേ നിസ്സഹായാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇതുകൂടെ കേട്ടതോട് കൂടിയിട്ട് അവരുടെ മനസ്സ് തകർന്നു. പക്ഷേ നോക്കൂ, ഇപ്പം വേറെയും അമ്മമാരെ നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട്. മക്കളുടെ മനസ്സിൽ മറ്റ് ഭാര്യമാരിൽ ഉണ്ടായിട്ടുള്ള മക്കളെക്കുറിച്ച് വിഷം കുത്തി വെച്ചിട്ടുള്ള അമ്മമാരെയും പുരാണങ്ങളിൽ കാണാം. കൈകസി, രാവണൻ്റെ അമ്മ. കുബേരൻ വൈശ്രവണൻ ആകാശത്ത് വിമാനത്തിൽ പോകുമ്പോൾ കാണിച്ചു, കണ്ടോ അവൻ നിൻ്റെ ചേട്ടനാ, നിൻ്റെ അച്ഛൻ്റെ വേറൊരു ഭാര്യയിലെ മകൻ, അവൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ, നീ നാളെ വളർന്നു വലുതായി അതൊക്കെ തട്ടിയെടുക്കണം. അങ്ങനെ രാവണനെ നശിപ്പിച്ചതാണ്. രാവണൻ ശരിക്കും വളരെ നല്ലൊരു ആത്മാവായിരുന്നു. ഈ 10 തലയും ഓരോന്നും ഓരോ അഹങ്കാരത്തിൻ്റെ ദുർഗുണങ്ങളാക്കി മാറ്റുന്നത് കൈകസിയാണ്. വളർത്തുദോഷമാണ് രാവണനെ അങ്ങനെ ആക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹിരണ്യകശിപു അഹങ്കാരവും ഹിരണ്യാക്ഷൻ മമതയാണെന്ന്, നമ്മുടെ അറ്റാച്ച്മെൻറ്റുകളുമാണ്. അത് പൊതുവിൽ ജയവിജയന്മാർ മുഴുവൻ അങ്ങനെയാണ്. ജയൻ എപ്പോഴും അഹങ്കാരവും വിജയൻ മമതയായിരിക്കും. രാവണനിലും അഹങ്കാരമായിട്ട് ജനിച്ചു,
ചേട്ടനോടുള്ള അറ്റാച്ച്മെൻ്റ് കൊണ്ട് അധർമ്മം ചെയ്യാനായിട്ട് കുംഭകർണൻ ശരീരം നശിപ്പിക്കുകയും ചെയ്തു. ശിശുപാലനും ദന്തഭക്തറിലുമാണ്. ശിശുപാലൻ എന്ത് കാണിച്ചാലും ദന്തഭക്തരൻ പുറകെ നിൽക്കും. അറ്റാച്ച്മെൻ്റാണ്. ഈ രണ്ട് കേസിലും ദന്തഭക്തറിനൊഴിച്ച് ആദ്യം അനിയൻ മരിച്ചു. മമതയെ കൊന്നിട്ടാണ് അഹങ്കാരത്തിനെ കൊല്ലണത്. ഇതൊക്കെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു തന്നിട്ടുള്ള ചെറിയ 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 കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ കഥകളെയൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞ് ഇത് മുഴുവൻ നമ്മുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വ്യാസമഹർഷി ചുമ്മാ സ്വപ്നം കണ്ട് എഴുതിയതല്ല, സമാധി ഭാഷയിൽ എഴുതിയതാണ്. ഇതിനൊക്കെ അർത്ഥമുണ്ട്. ഒരു സാധാ സ്വപ്നം കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ എത്രയോ പേര് വന്നിട്ട് സാറേ ഈ സ്വപ്നം കണ്ടു, ഇതിൻ്റെ അർത്ഥം എന്താ, ആ സ്വപ്നം കണ്ടു. എന്തുകൊണ്ട് നിങ്ങൾ ഈ എഴുതി വെച്ചതിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നില്ല? കണ്ട സ്വപ്നം വിട്ടേക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പാമ്പ് കൊത്താം, ആന ഓടിക്കാം, പലതും നടക്കും. ഇത് അർത്ഥം മനസ്സിലാക്കണം. സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ അർത്ഥം നിത്യജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. സ്ഥിരം പറയാറുള്ളൊരു ഉദാഹരണം പറയാം. സർപ്പം കൊത്തണത്. സർപ്പം കൊത്തിയാൽ ധനലാഭമാണ്. സർപ്പം മേത്ത് വീണ മരണമാണ്. അർത്ഥം വ്യത്യാസമുണ്ട്. ഭഗവാൻ തന്നെ അർജുനെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ടു പോയതാണത്, സ്വപ്നങ്ങളെക്കുറിച്ച്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസിനെക്കാട്ടിലും ഗംഭീര പുസ്തകമാണ് പറയുന്നത്. അപ്പോൾ സമാധി ഭാഷയിൽ വ്യാസമഹർഷി എഴുതിയിട്ടുള്ള ഓരോന്നും നമ്മുടെ അകത്ത് നടക്കുന്ന ആന്തരിക പ്രവർത്തനങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ധ്രുവം മനസ്സ് തകർന്നു വിഷമിച്ചിരിക്കണുണ്ടപ്പോൾ അമ്മ വീണ്ടും അടുത്ത് ചെന്നു. സങ്കടപ്പെടേണ്ട കേട്ടോ എൻ്റെ കുട്ടി, അമ്മ ഒരു വഴി പറഞ്ഞുതരാം, നീ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്ക്. സുരുചിയമ്മ വെറുതെ പറഞ്ഞതല്ല, സത്യമാണ് പറഞ്ഞത്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ആണോ, സത്യമാണോ ചോദിച്ചു. അമ്മ പറഞ്ഞാൽ പിന്നെ ധ്രുവന് വേറൊന്നുമില്ല, സത്യമാണ്. എന്നാൽ ഞാൻ മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് പോവാണ്. തപസ് ചെയ്യാനൊന്നുമല്ല പോയത്, അന്വേഷിച്ച് പോയതാ. അയാളെ എവിടെയെങ്കിലും കാണാൻ പറ്റി അയാളോട് പറഞ്ഞാൽ അച്ഛൻ്റെ മടിയിലിരിക്കാം. അപ്പോൾ അയാളെ അന്വേഷിച്ച് പോയതാണ്. ഈ മഹാവിഷ്ണു ആളെങ്ങനെ ഇരിക്കും കണ്ടാലെന്നൊന്നും മൂപ്പർക്ക് അറിഞ്ഞൂടാ. ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി. അമ്മ തടഞ്ഞുമില്ല. അമ്മയ്ക്കറിയാം മകൻ എങ്ങടാ പോകണമെന്ന്, കുട്ടിക്കറിയില്ലെങ്കിലും. അങ്ങനെ പോകുമ്പോൾ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ, നമ്മൾ എത്ര വലിയ അപമാനം സഹിച്ചിട്ടാണെങ്കിലും അവിടെ ലോകത്തിൻ്റെ സാക്ഷി നമ്മളെ സഹായിക്കും. നാരദൻ വരും, വഴി കാണിക്കാൻ നാരദ മഹർഷി വന്നു. ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ഭഗവാന്റെ പരബ്രഹ്മസ്വരൂപമാണ്. പരമാത്മാ ദേവത എന്നാണ് പറയുക ഋഷി ഛന്ദസ് ന്യാസം പറയുമ്പോൾ. നാരായണോ പരമാത്മാ ദേവത എന്നാ. പക്ഷേ ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ, ആ മന്ത്രം അതല്ല. സക്രിയനായ ഭഗവാനാണ്, ഇറങ്ങി പ്രവർത്തിക്കണ നാരായണനാണ് നമ്മൾ വാസുദേവനായിട്ട് കാണുക. വാസുദേവനാകുമ്പോൾ എണീച്ചു നിന്നു, നാരായണൻ കിടപ്പാ. വാസുദേവനാകുമ്പോൾ എണീച്ചു നിന്നു. ഭഗവാന് 3 തരം മൂർത്തികളാണ്: ഇരിക്കണ മൂർത്തി, നിൽക്കുന്ന മൂർത്തി, കിടക്കുന്ന മൂർത്തി. ശയനമൂർത്തി, സ്ഥാനമൂർത്തി എന്നൊക്കെ പറയും. അതിൽ ഇരിക്കണ മൂർത്തി പൂർണ്ണത്രയീശൻ, നിൽക്കണ മൂർത്തി ഗുരുവായൂരപ്പൻ, കിടക്കണ മൂർത്തി പത്മനാഭൻ. വിഗ്രഹശാസ്ത്രം പറയുമ്പോൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഇറങ്ങി പത്മനാഭൻ സങ്കല്പത്തിൻ്റെ ശക്തിയാണെങ്കിൽ വാസുദേവൻ ക്രിയയുടെ ശക്തിയാണ്, പ്രവൃത്തിയുടെ ശക്തിയാണ്. പത്മനാഭൻ കിടന്ന് സങ്കല്പിക്കുകയുള്ളൂ, പ്രപഞ്ചത്തിനെ മുഴുവൻ സങ്കല്പിച്ചു. അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടായി. ഇനി അത് പ്രവർത്തിപ്പിക്കണം. പ്രവർത്തിപ്പിക്കണം എങ്ങനെയാണ്? വാസുദേവനായിട്ടാണ്. അതിനെ നശിപ്പിക്കണത് എങ്ങനെയാണ്? സംഘർഷനായിട്ടാണ്. ബലഭദ്രൻ, അനന്തൻ, അതൊക്കെ സംഘർഷനാണ്. ഇനി അനിരുദ്ധം പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞിട്ട് 2 ശക്തികളുണ്ട്. അത് കൃഷ്ണൻ്റെ മക്കളല്ല, പേരക്കുട്ടിയല്ല, ഭഗവാന്റെ രൂപങ്ങൾ. ചതുർവ്യൂഹം എന്ന് പറയും, വിഷ്ണുവിൻ്റെ 4 ഭാവങ്ങൾ. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഇന്നത്തെ ഭരണ ഓൺ ദ വേ പറയാൻ പറ്റുകയാണെങ്കിൽ പറയാം. എന്താണെങ്കിലും നാരദ മഹർഷി ചോദിച്ചു, നിൽക്ക്, നീ എങ്ങടാ പോണത്? നീ ആരാ? ഞാൻ ഉത്താനപാദൻ്റെ മകനാണ്, എൻ്റെ പേര് ധ്രുവൻ എന്നാണ്. അങ്ങാരാ? ഞാൻ നാരദെന്ന് പറയും. നമസ്കരിച്ചു. കുട്ടിക്ക് അറിയാം മുതിർന്നവരെ കണ്ടാൽ നമസ്കരിക്കണത്. ഇതെന്താ കയ്യിൽ വീണയാണോ? ഒരു കമ്പിയേ ഉള്ളൂ ഇതിൽ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, എങ്ങടാ പോണേ? ഞാനേ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ആളെ അന്വേഷിച്ച് പോവുക. നാരദൻ അറിയാം. നോക്കൂ, പ്രഹ്ലാദനെ ഉണ്ടാക്കണത്, ധ്രുവനെ സൃഷ്ടിക്കണത് ഒക്കെ നാരദനാണ്. നാരദൻ തൊടാത്ത ഒരു മഹാഭക്തനും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭഗവാനിലേക്ക് അടുക്കണമെങ്കിൽ നാരദ മഹർഷിയാണ് നമസ്കരിക്കേണ്ടത്. സകല കുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. ആ ഭഗവാനെ ധ്രുവൻ നമസ്കരിച്ചു. സാധാരണ അങ്ങോട്ട് കയറി ഉപദേശം കൊടുക്കില്ല മഹാത്മാക്കൾ, ചോദിക്കണം. കുട്ടി ആകെ ചോദിച്ചു, അങ്ങേക്കറിയോ ഈ വിഷ്ണു എവിടെ ഉണ്ടാവുക? അപ്പോൾ പറഞ്ഞു, എനിക്ക് അറിയാം, എല്ലാവരുടെ ഉള്ളിലും, നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഉണ്ട്, വിളിച്ചാൽ മതി എന്നാണ് പറയാൻ വന്നത്. പക്ഷെ കുട്ടിക്കത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അതിനൊരു വഴിയുണ്ട്. ഒരു പേര് ചൊല്ലി വിളിച്ചാൽ വരും.
അങ്ങനെ അവിടെ പിടിച്ചിരുത്തി ചെവിയിൽ, വലത്തെ ചെവിയിൽ ജലം വീഴ്ത്തി ദ്വാദശാക്ഷര മന്ത്രം ജപിച്ചു കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്യാനിക്കാനുള്ള രൂപവും പറഞ്ഞു കൊടുത്തു. വിദ്യുച്ഛന്ദ്രനിപം ബബു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ധ്യാനമുണ്ട് അതിൻ്റെ. ആ ധ്യാനവും പറഞ്ഞു കൊടുത്തു. അതായത് ഇലക്ട്രിക് മൂൺ പോലെയെന്ന് ഇംഗ്ലീഷിൽ അതാ പറയാം. കറണ്ടുള്ള ചന്ദ്രൻ, ചന്ദ്രനിൽ കറണ്ട് കയറി എങ്ങനെ ഇരിക്കും, അതുപോലുള്ള പ്രഭയോട് കൂടിയിട്ടുള്ള ഭഗവാനെയാണ് ധ്യാനിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത്. വിദ്യുച്ഛന്ദ്രനിപം ബബു. ആ ധ്യാനമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ധ്രുവനെ പറഞ്ഞു വിട്ടു. ധ്രുവൻ 6 മാസക്കാലത്തെ തപസ് പിന്നെ നമുക്കൊക്കെ അറിയാം, പ്രസിദ്ധമാണ്. ആദ്യത്തെ മാസം അദ്ദേഹം പഴങ്ങളും ജലവും കഴിച്ച് ജീവിച്ചു. പിന്നത്തെ മാസം ഇലകൾ മാത്രമാക്കി, പിന്നെ അത് കഴിഞ്ഞ് ജലം മാത്രമാക്കി, അത് കഴിഞ്ഞ് വായു മാത്രമാക്കി, അവസാനം വായു നിർത്തി തപസ് തുടർന്നു. അതായത് എങ്ങനെ വായുവിനെ പോലും സ്തംഭിപ്പിച്ചിട്ട് തപസ് തുടരാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് അത് ഓരോ ചക്രവും ഭേദിച്ചു. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഇന്നലെ ഞാൻ പറഞ്ഞു, സനകാദികൾ 6 പടി കടന്ന് 7ാമത്തെ പടി എത്തിയപ്പോഴാണ് ജയവിജയന്മാർ തടഞ്ഞത്. ഏത് 6 പടി? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരമാണ് 7ാമത്തെ പടി. ഇവിടുന്ന് കടന്ന് ഇവിടേക്ക് എത്തുമ്പോൾ ഈ തലയിലെ അഹങ്കാരവും അറ്റാച്ച്മെൻറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. നിൽക്ക് കടക്കരുത് പറഞ്ഞു സനകാദികളുടെ അടുത്ത്. ഇവിടെ എവിടോ നിൽക്കുക, ഇറങ്ങി പോടോ പറഞ്ഞു. അങ്ങനെയാണ് ശപിച്ചിട്ട് ഭൂമിയിലേക്ക് അയച്ചത്. ഇന്നലെ നമുക്കൊന്നും പറയാൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ ഗുരുവായൂരപ്പൻ ഓർമ്മിപ്പിച്ചു. ഇത് ഇന്നലെ പറഞ്ഞിട്ടില്ല, വേഗം പറയാമെന്ന് പറഞ്ഞു. ഇപ്പോഴേ അവസരമുള്ളൂ, ഇനി പറയാനില്ല. അതേപോലെ ധ്രുവൻ്റെ 6 മാസത്തെ തപസ്, 1ാമത്തെ മാസം മൂലാധാരം ഭേദിച്ചു, മൂലാധാരത്തുനിന്ന് ഉയർന്നു. 2ാമത്തെ മാസമായപ്പോൾ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, സ്വാധിഷ്ഠാനം ഭേദിച്ചു. ഇവിടെ വിഷ്ണുഗ്രന്ഥി വിഭേദിനി, ലളിതാ സഹസ്രമാ പറയണത്. മണിപൂരകം തകർത്തു, അനാഹതം തകർത്തു. അങ്ങനെ ഓരോ 6 മാസം കൊണ്ട് ഇത് കടന്ന് 6ാം മാസത്തിൻ്റെ അവസാനത്തിൽ സഹസ്രാരത്തിൽ ഭഗവാനെ കണ്ടു. അതാണ് ഈ 6 മാസം. അതെങ്ങനെയുണ്ടായത്? ഉള്ളുന്നൊരു വിളി വന്നു. ധ്രുവ എന്ന് പറഞ്ഞു വിളിച്ചു. ഏതോ ഒരു ആകാശഗുഹയുടെ ഉള്ളിൽ നിന്ന് വരുന്ന പോലുള്ളൊരു ശബ്ദം, ധ്രുവ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി ഭഗവാന്റെ. അപ്പോൾ നാരായണ എന്ന് പറഞ്ഞിട്ട് അകത്ത് വിളി കേട്ടു. പക്ഷേ ആളെ കാണുന്നില്ല. വീണ്ടും വിളി കേട്ടു. നോക്കുമ്പോൾ അതാ ഒരാൾ നിൽക്കണു, 4 കൈകളുള്ള ഒരാൾ. അടുത്തൊരു പക്ഷിയുണ്ട്, ഭയങ്കരമായിട്ട് തേജസ്സുള്ളൊരു പക്ഷി, 4 തൃക്കരങ്ങളോട് കൂടിയിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആളാരാ? അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ വീണ്ടും കേൾക്കണം, ധ്രുവ എന്ന് പറഞ്ഞ് വിളിക്കണം. നോക്കും, ചെവിന്ന് ഇവിടെ കേട്ടു. അപ്പോഴാണ് കണ്ണ് തുറക്കണം. അതെ, അകത്ത് കണ്ട ആളിതാ പുറത്ത് നിൽക്കണം. അതുകൊണ്ട് ആദ്യം അകത്ത് കാണണം. അകത്ത് കാണാണ്ട് പുറത്ത് കാണില്ല. നിങ്ങൾക്ക് ഭഗവാന്റെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ സങ്കല്പശക്തിയെ ആറ്റിക്കുറുക്കിയെടുത്ത് അതിൻ്റെ മൂർച്ചയിൽ നമ്മൾ എന്തകത്ത് കിട്ടണോ അതേ പുറത്ത് കാണുള്ളൂ. നിങ്ങൾ അകത്ത് ചട്ടിയരിമയെ കണ്ടെങ്കിൽ പുറത്ത് ഗുരുവായൂരപ്പൻ ചട്ടിയരിമയായിട്ടേ വരൂ. ആരോ ചോദിച്ചില്ലേ, എങ്ങനെ ഇരിക്കും ഗുരുവായൂരപ്പനെ കണ്ട? എരുമ പോലെ ഇരിക്കും പറഞ്ഞു. ശരി, എന്നാൽ എരുമയെ ധ്യാനിച്ചാളെ. അവർ ധ്യാനിച്ചു, ഗുരുവായൂരപ്പൻ എരുമയായിട്ട് വന്നു. കഥയുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. നമ്മളെങ്ങനെ സങ്കല്പിക്കണോ അങ്ങനെ ഭഗവാൻ വരും. അപ്പം അന്ന് വന്ന ആളാരാ? ഈ സുതപസ് വൃഷ്ണി എന്ന് പറഞ്ഞിട്ടൊരു പാവം ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു പണ്ട്. അവർ രണ്ടുപേരും കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി തപസ് ചെയ്തപ്പോൾ അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അവർ പൂജിച്ച വിഗ്രഹത്രേ, അവർക്ക് പൂജിക്കാൻ കൊടുത്ത വിഗ്രഹമാണ് ഗുരുവായൂരിരിക്കണമെന്നാണ്. അവർ ആ വിഗ്രഹം പൂജിച്ചു, ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി. ബ്രഹ്മദേവന് ഈ വിഗ്രഹം കൊടുത്തു, അവരത് വെച്ച് പൂജിച്ചു. ഗുരുവായൂരപ്പൻ പുത്രദായകനാണ്. ഗുരുവായൂരപ്പൻ്റെ പ്രധാന ധർമ്മം എന്താ അറിയോ? മക്കളെ തരിക എന്നുള്ളതാണ്. നല്ല മക്കളെ. പുത്രദായകനാണ് ഭഗവാൻ. കാരണം സൃഷ്ടിയിൽ സഹായിക്കാൻ വേണ്ടി കൊടുത്താണ്. ചതുശ്ലോകി ഉപദേശിച്ചപ്പോൾ ഒപ്പം കൊടുത്ത വിഗ്രഹമാണ് ഗുരുവായൂരത്തെ വിഗ്രഹം. മഹാവിഷ്ണു കൊടുത്തതാണ് ബ്രഹ്മാവിന്. അതുകൊണ്ട് സൃഷ്ടിക്കുള്ളതാണത്. അങ്ങനെ അവർ വാസിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ കണ്ടപ്പോൾ ആകെ ടെൻഷനായി, പരിഭ്രമായി. എന്താ വേണ്ടത് ചോദിച്ചു. അങ്ങേപ്പോലൊരു മകൻ വേണം, അങ്ങേപ്പോലൊരു മകൻ വേണം, അങ്ങേപ്പോലൊരു മകൻ വേണം എന്ന് 3 പ്രാവശ്യം പറഞ്ഞു പോയി. നമ്മളൊക്കെയാണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും 1 പ്രാവശ്യം കൊടുത്താൽ മതി, ചോദിച്ചത് ഒറ്റ കാര്യമല്ലേ എന്ന് വിചാരിക്കും. ഭഗവാന്റെ സത്യസന്ധത 3 പ്രാവശ്യം ചോദിച്ചില്ലേ, അതുകൊണ്ട് 3 ജന്മത്തിലും മക്കളുണ്ടാവും. എന്നെപ്പോലൊരു മകൻ എന്ന് പറഞ്ഞ് ഭഗവാൻ ആലോചിച്ചു. അങ്ങനൊരാളെ കാണാത്തോണ്ട് ഞാൻ തന്നെ ജനിക്കാം. അങ്ങനെ ആദ്യത്തെ ജന്മത്തിൽ പൃശ്നിക്കും സുതപസ്സിനും ജനിച്ച മകനാണ് പൃശ്നിഗർഭൻ. 2ാമത്തെ ജന്മത്തിൽ വാമനൻ, കശ്യപനും അതിഥിക്കും. 3ാമത്തത് വസുദേവനും ദേവകിക്കും കൃഷ്ണൻ. ചിലർ ശ്രീരാമസ്വാമി ചേർത്ത് പറയും, പക്ഷേ പൃശ്നിഗർഭനാണ് ഭാഗവതത്തിൻ്റെ പാരമ്പര്യത്തിൽ. ആ പൃശ്നിഗർഭനാണ് ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനാണ് ഞാനത് പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്ക് ആ കഥ പറയേണ്ട ആവശ്യമില്ല ഇവിടെ.
ആ പൃശ്നിഗർഭനാണ് ഭഗവാന്റെ മുന്നിൽ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. നാരായണൻ തന്നെ, പക്ഷെ അവതാരമൂർത്തിയാണ് പ്രത്യക്ഷപ്പെട്ടു. പൃശ്നിഗർഭന് വേറെ റോളൊന്നും ഉണ്ടായിരുന്നില്ല. പൃശ്നിഗർഭൻ്റെ ജോലി ധ്രുവന് ദർശനം കൊടുക്കുക, അതിനു വേണ്ടി വന്നതാണ്. അതിനൊരു അവതാരം. ഹോ, ഭാഗ്യം ചെയ്ത ജന്മല്ലേ ധ്രുവൻ. അങ്ങനെ അവിടെ വന്നു, വിളിച്ചു. എന്തിനാ നീ എന്നെ വിളിച്ച്? അങ്ങാണോ വിഷ്ണു എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഞാൻ രസത്തിന് പറയാം കേട്ടോ, 6 വയസ്സിലൊക്കെ ആ കുട്ടിക്കൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ മനുഷ്യ സഹജമാണ്. ഒരു ഭൗതികാവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പോയത്. എന്താ വേണ്ടോ ചോദിച്ചു. പരമജ്ഞാനം ചോദിക്കേണ്ടതായിരുന്നു ധ്രുവൻ, ചോദിച്ചില്ല. കുട്ടിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. കുട്ടി തപ്പിത്തടഞ്ഞപ്പോൾ ആ ശംഖ് എടുത്തിട്ട് കവളത്തൊന്ന് തട്ടി. അങ്ങനെ കുട്ടികളെ തൊട്ടപ്പോൾ സംസാരിച്ചു. സ്പഷ്ടമായിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണം. അപ്പോൾ ഭഗവാൻ അതെന്താ നിൻ്റെ അച്ഛൻ നിന്നെ മടിയിലിരുത്തുന്നില്ലേ? എൻ്റെ അച്ഛൻ മടിയിലിരുത്തുന്നില്ല എന്നെ. അതെന്താ കാരണം? എൻ്റെ രണ്ടാമത്തെ ഒരു അമ്മയുണ്ട്, ആ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ജനിക്കണം. ഓ, അത് കഷ്ടമാണല്ലോ പറഞ്ഞു. ഇല്ല, കഷ്ടമൊന്നുമില്ല. വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ആളുടെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ ജനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ലേ വിഷ്ണു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ തന്നെയാണ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവിടെ ഇരുന്നു. അത്രേ ചമ്പ്രം പടിഞ്ഞ് അങ്ങോട്ട് ഇരുന്നു. ആ മഹാലക്ഷ്മിയെ മാത്രം ഇരുത്തണ തൊടയിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു അത്രേ, കുട്ടിക്ക് എൻ്റെ മടിയിലിരിക്കണോ ചോദിച്ചു. അങ്ങനെ വിളിച്ചിട്ട് മടിയിലിരുത്തി. മുതുകത്തൊക്കെ ഇങ്ങനെ തലോടി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ധ്രുവൻ്റെ ഭാഗ്യം ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ മടിയിൽ 2 കുട്ടികളാണ് ഇരുന്നിട്ടുള്ളത്, ധ്രുവനും പ്രഹ്ലാദനും മാത്രം. നമുക്കൊക്കെ പക്ഷെ പിടിച്ച് കയറി എങ്ങനെയെങ്കിലും ഇരുന്നേ പറ്റൂ. ഇരിക്കണം, രക്ഷയില്ല. മൂപ്പര് സമ്മതിക്കണം എന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ വിട്ടരുത്. ഗുരുവായൂരപ്പ കൈവിടല്ലേ എന്ന് ജന്മത്ത് പ്രാർത്ഥിക്കല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിടില്ല ഞാൻ പറഞ്ഞിട്ട് കൈ തൂങ്ങി കിടക്കണം. മൂപ്പര് കൈയൊക്കെ കുടയും, വലിച്ചഴയ്ക്കും, വിടരുത്. അവസാനം ഒരു ഘട്ടം എത്തുമ്പോൾ എടുത്ത് ഒക്കത്ത് വയ്ക്കും, എന്നിട്ട് കൊണ്ടു കിടക്കും. അങ്ങനെ ഒപ്പം നടക്കണം. അദ്ദേഹത്തിനെ വിടാൻ പാടില്ല, കൈ വിടരുത്. നമ്മൾ അദ്ദേഹത്തിനെ കൈവിടരുത്, അദ്ദേഹം നമ്മളെ കൈവിടറല്ല. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ ധ്രുവൻ മതിവരുവോളം മടിയിലിരുന്നു. സന്തോഷമായോ ചോദിച്ചു. അച്ഛൻ്റെ മടിയിലിരിക്കണം, കുട്ടിയല്ലേ. ആ സമയത്ത് ഭഗവാന്റെ കണ്ണിന്ന് കണ്ണീര് വന്നു അത്ര. ഭഗവാൻ എന്തിനാണ് കരഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ട് പിന്നീട് ആചാര്യന്മാർ. അതിലേറ്റവും ഉയർന്ന കാരണമാണ് ഏറ്റവും രസം. എന്നെ കാണാൻ സാധിച്ചിട്ടും എൻ്റെ മടിയിലിരുന്നിട്ടും അവൻ എന്നെ ചോദിച്ചില്ലല്ലോ, പരമാത്മജ്ഞാനം ചോദിച്ചില്ലല്ലോ. എത്ര മഹർഷിമാർ ജന്മങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നു ഇതിനു വേണ്ടിയിട്ട്. അവൻ അച്ഛൻ്റെ മടിയിലിരിക്കുക എന്നുള്ളൊരു തുച്ഛമായിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ച്. ധ്രുവൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ധ്രുവന് ചില പ്രശ്നങ്ങൾ പിൽക്കാലത്ത് വരുന്നുണ്ട്. പറയാൻ ഭഗവാൻ ധ്രുവന് കൊടുത്ത പോലുള്ള വരവൊന്നും അധികം പേർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ധ്രുവനെ അനുഗ്രഹിച്ച് ധ്രുവ പദവി, നീ 1000 വർഷം നിൻ്റെ അച്ഛൻ്റെ പേര് അറിയപ്പെടുക നീ കാരണമായിരിക്കും. ലോകത്തിന് മുഴുവൻ വഴി കാണിക്കണവനായിരിക്കും നീ. ഉപാസനയിലെ നിഷ്ഠ നിന്നെ കൊണ്ടാണ് അറിയപ്പെടുക. വഴിതെറ്റിപ്പോകുന്നവർക്ക് വഴികാട്ടിയായിട്ടായിരിക്കും നീ ഉണ്ടാവുക. എന്താ ഈ വഴിതെറ്റിപ്പോകുന്നവർക്ക് വഴികാട്ടിയാണ് ധ്രുവൻ എന്ന് പറയാൻ കാരണം, നമ്മുടെ നിശ്ചയദാർഢ്യമാണ് നമ്മുടെ വഴി കാണിക്കേണ്ടത്. ധ്രുവത്വമാണ് നമുക്ക് വഴി കാണിക്കേണ്ടത്. നിശ്ചയദാർഢ്യമുള്ള ഒരുത്തൻ എങ്ങനെയും വഴി കണ്ടുപിടിച്ച് പോവും, ആണോ അല്ലയോ? നേരെ മറിച്ച് പോകേണ്ട അവിടേക്ക് ഒരു ഉറപ്പില്ലാത്ത ഒരുത്തൻ എത്ര സൗകര്യം ഉണ്ടെങ്കിലും അവൻ എത്തേണ്ട അവിടെ എത്തില്ല. അതാണ് ഈ ധ്രുവൻ വഴി കാണിക്കണമെന്ന് പറയണം. അങ്ങനെ തൻ്റെ ശരീരം വിട്ടതിന് ശേഷം അദ്ദേഹത്തിന് നക്ഷത്ര പദവിയും കൊടുത്തു. സപ്തർഷികൾ നിന്നെ ചുറ്റുന്നാണ് പറഞ്ഞു. 16-ാം നൂറ്റാണ്ട് വരെ അങ്ങനെ ആയിരുന്നു. നോർത്ത് പോളിലായിരുന്നു ധ്രുവൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഭൂമിയുടെ അച്ചുകണ്ടിന് ഏകദേശം 1.5 ഡിഗ്രി ചെരിവ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ധ്രുവ നക്ഷത്രം നിൽക്കുന്നത് യഥാർത്ഥ വടക്കല്ല, മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ജനറേഷനൊന്നും ധ്രുവനെ യഥാർത്ഥ സ്ഥാനത്ത് കാണാനുള്ള യോഗമില്ല. ആ മാറ്റം വന്നു കഴിഞ്ഞു. ആ മാറ്റം വന്നതിനെ മനസ്സിലാക്കാണ്ട് പഞ്ചാംഗം പരിഷ്കരിക്കാത്തതുകൊണ്ടാണല്ലോ ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണിക്കൊന്ന കാലം മാറി പൂക്കണമെന്നൊക്കെ. കണിക്കൊന്നൊക്കെ കൃത്യമായിട്ടാണ് പൂക്കണത്, പഞ്ചാംഗം മാറ്റേണ്ടതേ. പഞ്ചാംഗം മാറ്റിയിട്ടില്ല. ഓണം വരണത് കർക്കിടകത്തിൽ, വിഷു വരണത് മാർച്ച് 26-ന്, അഷ്ടമിരോഹിണി വരണത് കർക്കിടകത്തിൽ, എന്നിട്ട് ആചരിക്കണതോ വേറെ ഏതൊക്കെയോ ദിവസങ്ങളിൽ. ഇവിടെ പണ്ഡിത വരണ്യന്മാർ മുഴുവൻ ഇങ്ങനെ ഇറങ്ങി നടക്കണമുണ്ട് മുഹൂർത്തവും കുറിച്ചിട്ട്. അപ്പം ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഇവിടെ ആ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം പറഞ്ഞുകൊടുത്ത് നാരദൻ ആ കുട്ടിയെ പഠിപ്പിച്ച വിഷയങ്ങൾ ധ്രുവൻ്റെ ചരിത്രത്തിൽ
നമുക്ക് അറിയേണ്ട കുറേ വിഷയങ്ങൾ. ഈ ധ്രുവൻ വളർന്നു വലുതായി വലിയ ചക്രവർത്തിയായിട്ടിരിക്കുന്ന കാലത്ത് ഉത്തമൻ ഒരിക്കൽ കാട്ടിൽ നായാട്ടിന് പോയി. സുരുചിയുടെ മകൻ അവനെ ഒരു യക്ഷം കൊന്നു കളഞ്ഞു. അതിൽ ദേഷ്യപ്പെട്ടിട്ട് ധ്രുവൻ അളകാപുരി ആക്രമിച്ചു. ബദിരയുടെ അപ്പുറത്തേക്ക് സൈന്യം എടുത്തിട്ട് പോയി കുബേരൻ്റെ രാജധാനി ആക്രമിച്ച് അനവധി യക്ഷന്മാരെ കൊന്നെടുക്കാൻ തുടങ്ങി. ആ സമയത്ത് സ്വയംഭൂമന് മുത്തച്ഛൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇനി നിർത്തണം, ഒരാളോടുള്ള ദേഷ്യത്തിന് വംശം മുഴുവൻ നശിപ്പിക്കരുത്, ഡോണ്ട് ഡു ജെനോസൈഡ്സ്. ഹിറ്റ്ലറൊക്കെ ചെയ്ത മാതിരി. ഹിറ്റ്ലറുടെ അമ്മയെ നോക്കിയിരുന്നത് ഒരു ജൂത ഡോക്ടറായിരുന്നു. അമ്മ പനി പിടിച്ച് മരിച്ചു. കൊച്ചുകുട്ടിയായിട്ടുള്ള ഹിറ്റ്ലറുടെ മനസ്സിൽ കയറി അമ്മയെ കൊന്നത് ഡോക്ടറാണ്. അതുകൊണ്ട് ഡോക്ടറുടെ വംശത്തിലുള്ളവരൊക്കെ അങ്ങോട്ട് കൊല്ലാൻ തീരുമാനിച്ചു. ചെറുപ്പം തൊട്ടേ ലക്ഷക്കണക്കിന് 40-50 ലക്ഷം ജനങ്ങളെയാണ് തൊലി ഉരിച്ചിട്ടും ഗ്യാസ് അടിച്ചിട്ടും കൊന്നത് ഹിറ്റ്ലർ. ഈ ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ, മറക്കരുത്. അല്ല, ഞാൻ പറയാ ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ധ്രുവൻ്റെ കഥയിൽ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ സാധാരണ മനുഷ്യൻ്റെ രൂപത്തിൽ ധ്രുവനെ നോക്കിയാൽ നമ്മൾ ഓരോരുത്തർക്കും അംഗീകാരത്തിന് അദാഹിക്കണവരാണ്. നമ്മൾ ഒന്നും വേണ്ട, വലിയ അംഗീകാരമൊന്നും വേണ്ട. ഒരു കാര്യം നമ്മൾ ചെയ്താൽ നന്നായിട്ടോ ഒന്നൊരു വാക്ക് കേൾക്കാൻ നമ്മളൊക്കെ കൊതിക്കുന്നുണ്ട് ഉള്ളിൽ. ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണെന്ന് ആ മക്കളോ ഭർത്താവോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. ചിലവർക്കത് എത്ര നല്ല പണിയെടുത്താലും കിട്ടില്ല. അംഗീകാരത്തിന് കൊതിക്കാത്തവരില്ല. ധ്രുവൻ അംഗീകാരത്തിന് കൊതിക്കുന്ന മനസ്സിൻ്റെയും കൂടെ പ്രതീകമാണ്. ധ്രുവൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കാണുന്നതാണ് ഈ അംഗീകാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. അതേപോലെ തന്നെ ധ്രുവൻ അനുഭവിക്കുന്ന വേദനയും നിരാസത്തിൻ്റെ ഇറങ്ങ് മടിയുന്ന് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ അടിയുണ്ടല്ലോ, ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇത് നിനക്ക് അർഹതയുള്ളതല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടത് നമുക്ക് ലൈഫിൽ കിട്ടാതിരിക്കുമ്പോൾ, അത് സ്നേഹിച്ചവരാവാം, സ്നേഹിച്ച വസ്തുക്കളാവാം, ആ നിരാസത്തിൻ്റെ വേദന, അതിൽ ധ്രുവനെ വ്യാസമഹർഷി എത്ര ഭംഗിയായിട്ട് അത് എഴുതി വെച്ചിരിക്കണം നോക്കൂ. അങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ, അംഗീകാരത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അർഹതപ്പെട്ടത് പോലും നിരസിക്കപ്പെടുമ്പോൾ, നമ്മൾ ആന്തരികമായിട്ട് എങ്ങനെ യാത്ര ചെയ്യണം, പുറം ലോകത്തല്ല, നമ്മുടെ അകത്ത് കറക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ വേദനയും വെച്ചിട്ട് നാളെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വേണ്ട രീതിയിൽ ഊർജം വിനിയോഗിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ നമുക്ക് പറ്റില്ല. കാരണം കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അങ്ങനെയായിരിക്കും, മനസ്സിന് ശക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പ്രായത്തിൽ തന്നെ ആന്തരിക യാത്ര ഉണ്ടാവണം. ധ്രുവൻ ആ പ്രായത്തിൽ തന്നെ ഭഗവാനെ തേടിപ്പോയി. ഭഗവാനെ തേടിപ്പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, അംഗീകാരം പുറത്തുനിന്നല്ല നമുക്ക് കിട്ടേണ്ടത്, ഒരാളുടെ അംഗീകാരം നമുക്ക് വേണ്ടൂ. ഒരൊറ്റ സർട്ടിഫിക്കറ്റ്, ഹീ ഷുഡ് സർട്ടിഫൈ അസ്. ഭഗവാന്റെ സർട്ടിഫിക്കറ്റേ വേണ്ടൂ ഈ ലോകത്തിൽ ജീവിക്കാൻ, വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അതിനാദ്യം ചെയ്യേണ്ട എന്താ അറിയോ? സാധാരണക്കാരായിട്ടുള്ള നമ്മൾ അവനവനെ ചതിക്കാതിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ചതി അവനവനെ ചതിക്കണതാണ്. അകത്തുനിന്ന് ഒരാൾ പറയും ചെയ്യരുത് ചെയ്യരുത്, എന്നിട്ട് അതന്നെ ചെയ്യും, എന്നിട്ട് അടി വാങ്ങും. അവനവനെ ചതിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും പുറത്ത് ആരെയും ചതിക്കാൻ സാധിക്കില്ല. അവനിൽ നന്മയുണ്ടാവും. അവനവനെ ചതിക്കുക പറഞ്ഞാൽ ഭഗവാനെ ചതിക്കണേ തുല്യമാണ്. എന്തുകൊണ്ട് ആത്മഹത്യ ഏറ്റവും വലിയ പാപമായത്? അതേപോലെയാണ് ആത്മവഞ്ചനയാണ് ഏറ്റവും വലിയ വഞ്ചന. അതുകൊണ്ട് ഭഗവാന്റെ സർട്ടിഫിക്കറ്റ്, ഭഗവാൻ പറയണം നീ ഭക്തനാണ് എന്ന് ഭഗവാൻ സർട്ടിഫിക്കറ്റ് തരണം. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ഭഗവാൻ സർട്ടിഫിക്കറ്റ് തരണം. ഭഗവാന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ധ്രുവൻ ചെയ്തതെന്താ? നമ്മൾ ജീവിതത്തിൽ ഇത്തരം അടികൾ കിട്ടുമ്പോൾ വേറെ ആരുടെ അടുത്ത് ഓടിപ്പോയിട്ട് സർട്ടിഫിക്കറ്റ് അന്വേഷിക്കരുത്. ഭഗവാനിലേക്ക് ചെല്ലുക, അദ്ദേഹം തരും ഒരു സർട്ടിഫിക്കറ്റ്. 1000 വർഷത്തെ രാജ്യഭാരവും ധ്രുവപദവിയും ഒക്കെ കിട്ടും. നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സർട്ടിഫിക്കറ്റ് തരുന്ന ആളാണ് ഭഗവാൻ. 2, വിശ്വാസത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും വാല്യൂ ധ്രുവൻ്റെ കഥ കാണിക്കുന്നുണ്ട്. 1, ധ്രുവൻ്റെ വിശ്വാസം, ഭഗവാൻ വിളിച്ചാൽ വരും. ഗുരുസ്ഥാനത്തുള്ളവർ പറഞ്ഞു കൊടുക്കണേല്ല വിശ്വാസം. അമ്മ പറഞ്ഞു വിഷ്ണു വിചാരിച്ചാൽ നിനക്ക് നടക്കും, വിശ്വസിച്ചു. വഴിയിൽ കണ്ട ആളാണ് നാരദൻ, അദ്ദേഹം പറഞ്ഞു ഈ മന്ത്രം ജപിച്ചാൽ നിനക്ക് ഭഗവാനെ കാണാം, അതും വിശ്വസിച്ചു. പറഞ്ഞു തന്നവനിലും പറഞ്ഞു കൊടുക്കപ്പെട്ട മന്ത്രത്തിലും വിശ്വാസം വേണം. ഓം നമോ നാരായണ സാധാ മന്ത്രമല്ലേ, ഞാൻ കുറച്ച് ഭയങ്കര മന്ത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയും ചിലർ വന്നിട്ട് ഉപദേശം ചോദിക്കും. ശ്രീ രവിശങ്കറിൻ്റെ ഒരു കഥ ഞാൻ ചില സ്ഥലത്ത് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ കുറേ കാശ് തരാം, ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു മന്ത്രം തരണം എന്ന് ഒരു ടീം പോയി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടനെ തരാൻ പറഞ്ഞു. എന്നിട്ട് ആ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, അതെ ഇന്നൊരു ടീം എന്നോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് എക്സ്ട്രാ ദക്ഷിണ തരാം, ഒരു രഹസ്യ മന്ത്രം തരണം, എല്ലാം നേടാനുള്ളൊരു മന്ത്രമായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കും അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരാം, എല്ലാവരും ജപിച്ചോ ഉറക്കെ നമ ശിവായ കൊടുത്തു. ഇതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അതേപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രത്തിൽ പിടിച്ചിട്ടാണ് ധ്രുവൻ കയറിയത്.
വിശ്വാസത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ശക്തി കാണിച്ചു കൊടുത്തു. അതേപോലെ ഉറച്ചു നിന്നാൽ, ഒരു കാര്യത്തിൽ മാർഗത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നും ധ്രുവം പഠിപ്പിച്ചു. അതുവഴി എങ്ങനെ ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം വരുന്നു, എങ്ങനെ ഉത്തമമായിട്ടുള്ള പദവികൾ കിട്ടും, എങ്ങനത്തെ പദവി മറ്റുള്ളവർക്ക് പോലും മാർഗനിർദ്ദേശമാകുന്ന തരത്തിലുള്ള പദവികൾ കിട്ടും എന്നും പഠിച്ചു. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാർ മുറിവുകളെ വളർച്ചയാക്കി മാറ്റണം. എങ്ങനെ? ഭഗവാനെ ആശ്രയിച്ചിട്ട് അകത്തുനിന്നുള്ള ഭഗവാന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അതുമാത്രമല്ല, നമ്മുടെ സാധന അതെത്ര ചെറുതാണെങ്കിലും നിർബന്ധ ബുദ്ധിയോടുകൂടി നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് തുടരുക, മുന്നോട്ട് പോവുക. ഏകമാത്രമായിട്ടുള്ള ഒരൊറ്റ ലക്ഷ്യം, ആ വിഷ്ണുവിനെ കണ്ടുപിടിക്കുക. അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ധ്രുവൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ധ്രുവൻ്റെ കഥാഭാഗം ചുരുക്കണു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ മുരുക.